നമ്മുടെ കരം ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നൽകപ്പെട്ട സ്തോത്ര പരിപാടികളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ടതിനായി തുടർന്ന് ദൈവത്തിൽ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ദാസനെ നമ്മുടെ നടുവിൽ വളരെ ശക്തിയോടെ ആത്മദൈവത്തോടെ ദൈവം നമ്മൾ വിനിയോഗിക്കപ്പെടുവാനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രിയിൽ നമ്മുടെ ഇടയിൽ ജീവനും ചൈതന്യമുള്ളതായി ചലിക്കുവാൻ ഒരു മന്ത്രവാദിക്കും ബന്ധിക്കാൻ കഴിയാത്തത്ര ശക്തിയുള്ളതും ഒരു ബന്ധത്തിന് മുമ്പിൽ പിടിച്ചു നീക്കാൻ കഴിയാത്തതുമായ ദൈവത്തിൻ്റെ വചനം ഇന്ന് ഈ രാത്രിയിൽ ഈ ഹോളിനകത്ത് ശക്തിയോടെ മുഴങ്ങുവാൻ കേൾക്കുന്ന ജനത്തിന് ആത്മീയമായി ഭൗതികമായി ശാരീരികമായ മേഖലകളിൽ ദൈവത്തിൻ്റെ വചനം വിടുതലായി ചലിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സജീവ് ഭാഷ നേതൃത്വം ശുശ്രൂഷിക്കുന്ന സജീവ് ഭാഷ മുന്നോട്ട് കടന്നു വന്ന തുടർന്നുള്ള ശുശ്രൂഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ആരംഭിച്ച കൺവെൻഷൻ വളരെ അനുഗ്രഹമായി കർത്താവേ ഓഡിറ്റോറിയത്തിനകത്ത് നടത്തുവാൻ ദൈവം കൃപ തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്ന കഥാവിദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ നടന്ന ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി തുടർന്ന് കർത്താവേ ദൈവവചനം കേൾക്കുവാൻ ഞങ്ങൾ കർത്താവേ അവൻ ഒരുക്കപ്പെട്ടവരായി ദൈവസന്നിധിയിലായിരിക്കുകയാണ്. ഇന്ന് രാത്രി ക്രൂശിന്റെ മറവിൽ നിന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം മാറ്റി കൊള്ളിക്കുവാൻ ദൈവം തന്റെ മകനെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആത്മനിയോഗത്തോടുകൂടെ ഇന്ന് രാത്രി കർത്താവേ ഈ ഹോളിന്റെ അകത്ത് ദൂതുകൾ പകരപ്പെടുവാൻ ദൈവത്തിന്റെ വചനം ശക്തമായി വിളമ്പപ്പെടുവാൻ രാജ്യത്തിന്റെ വക്കിൽ കിടക്കുന്ന ദുഃഖത്തിലായിരിക്കുന്ന പ്രയാസത്തിലായിരിക്കുന്ന കാര്യത്തിൽ തപ്പി തടയുന്നതിനെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്ക് വിടുതലായി മാറാൻ, ചില വ്യക്തി ജീവങ്ങൾക്ക് രൂപാന്തരമായി മാറുവാൻ, ചില ദൈവദാസന്മാർക്ക് ഒരു ആത്മ പകർച്ച ഉണ്ടാകുവാൻ ഇന്ന് രാത്രി മതിമറന്ന് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവേ നിന്റെ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കൺവെൻഷന്റെ എല്ലാം നടത്തുവിനായി സ്തോത്രം, ആത്മീയ ഭൗതിക നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവെ കേൾവിക്കാരായിരിക്കുന്ന അനേകര് ഈ ഓഡിറ്റോറിയത്തിനകത്തുണ്ട്. വ്യക്തിപരമായി, സഭാപരമായി, കുടുംബപരമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് പകരപ്പെട്ട സ്വന്തം കാഴ്ച ദൈവത്താൽ അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പ്രാർത്ഥിച്ച ദൈവദാസനുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് ഒട്ടും തന്നെ സമയം കളയുന്നില്ല. തുടർന്ന് ദൈവവചനം കേൾക്കാനുള്ള അവസരമാണ്. വളരെ പ്രാർത്ഥനയോടെ നാം ആയിരിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ദൈവം
ശക്തമായി ഉപയോഗിക്കുന്ന അനുഗ്രഹനായ ദൈവദാസൻ നമ്മളെ പ്രത്യേകമായ ക്ഷണം സ്വീകരിച്ച് അവൻ കടന്നു വരുവാൻ കൊണ്ടിടയായിത്തീർന്നു. വിളിച്ചപ്പോൾ തന്നെ എൻ്റെ സഹോദരനാണ് വിളിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീഭാഷ ദിവാസിനെ കോണ്ടാക്ട് ചെയ്തു. രണ്ടുപേരോട് അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഞാൻ രണ്ടുപേരും വിളിച്ചത്. വലിയ വ്യത്യാസം, അരമണിക്കൂർ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും വരാമെന്ന് വാക്ക് കൊടുക്കുകയും അവൻ തക്ക സമയത്ത് പ്രിയ ദൈവദാസൻ കുടുംബമായിട്ട് നമ്മുടെ മധ്യയെ സംബന്ധിക്കുന്നു. ആ വലിയ ദൈവദാസനോടുള്ള പ്രത്യേക നന്ദിയും അതുപോലെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കുള്ള സ്വാഗതവും അർപ്പിക്കുന്നു. ദൈവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രാർത്ഥന നമുക്കായിരിക്കാം. നമ്മുടെ കരങ്ങളെ തട്ടി ദൈവദാസനെ ക്ഷണിക്കുന്നു. സന്തോഷത്തോടെ കരങ്ങളുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ബെഥസ്ദ ഗോസ്പൽ അസംബ്ലി ചർച്ച് ക്രമീകരിച്ചിരിക്കുന്ന യോഗത്തിന്റെ ഈ രണ്ടാമത്തെ രാത്രി ഓർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിലെ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ പാസ്റ്റർ, ഈ ആത്മീക പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ പാസ്റ്റർ മധു അവറുകൾ, പ്രസിഡന്റ് പാസ്റ്റർ രതീഷ് ദേവി, സെക്രട്ടറി ചെറിൻ പീറ്റർ, അതോടൊപ്പം തന്നെ ഇന്ന് രാത്രിയിൽ സുഹൃത്തുക്കളായിരിക്കുന്ന കർത്താവിന്റെ സേവദാസന്മാർ പാസ്റ്റർ സലിമാൻ ചാക്കോ, പാസ്റ്റർ സോജി അവറുകൾ, പാസ്റ്റർ ബിനോയ്, പരിതരായിരിക്കുന്നതിൽ അഭിഷേകം സദസ്സിലുണ്ട്. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘം എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ഒരു അന്തരീക്ഷത്തിൽ കർത്താവിന്റെ വചനത്തിലൂടെ അവരത്തിന് വേണ്ടി എനിക്ക് ലഭിച്ച ഈ അവസരത്തെ ഞാൻ പദവി ഭാഗ്യമായിട്ട് കരുതുന്നു. എന്നെ ക്ഷണിച്ച കർത്താവ് ദാസന്മാരുണ്ട്, പ്രിയ സാംസി പാസ്റ്റർ, സജി പാസ്റ്റർ, ഇവരോടൊക്കെ പ്രത്യേകം നന്ദി ഇന്ന് രാത്രി അറിയിക്കുകയാണ്. ഈ രാത്രിയിലെ ശുശ്രൂഷ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു വലിയ ആശയക്കുഴപ്പത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളെല്ലാം ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് ഇന്ന് രാത്രി ഇരിക്കുന്നത്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് പറയുന്ന നമ്മൾ ഈ ഒരു അന്തരീക്ഷത്തിലും ദൈവത്തെ വാഴ്ത്തിയില്ലെങ്കിൽ ഏറ്റവും വലിയ നന്ദികേടായി മാറും. സുഖകാലത്തും ദുഃഖകാലത്തും അനുകൂല പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നടുവിലും ഒരുപോലെ ദൈവത്തെ ആരാധിക്കാൻ മനസ്സുള്ളവരെ ഓർത്തും ഇത് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കാലഘട്ടം സമ്മാനിച്ചിരിക്കുന്ന ചൂടിന്റെ ആധിക്യത്തിൽ നിന്നൊരു വിടുതലുണ്ടാകുവാൻ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അതിന് കർത്താവ് എല്ലാവിധമായ പിൻബലങ്ങളും ആ നിലയിൽ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലഭ്യമായിരിക്കുന്ന സമയത്തിൽ നിന്നുകൊണ്ട് ഒരു സന്ദേശത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഇന്ന് രാത്രി ഞാൻ ക്ഷണിക്കുകയാണ്. വായിച്ച് സഹായിക്കാൻ ആരെങ്കിലും മൈക്കിന്റെ സഹായത്തോടെ വായിച്ചാൽ ഉപകാരമായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയ്ക്ക് ആധാരമായി നമുക്കൊരു തിരുവെടുത്ത് വായിക്കാം. 73-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 20-ാമത്തെ വാക്യം ആദ്യം വായിച്ചാട്ടെ. 73-ാം സങ്കീർത്തനത്തിന്റെ 20-ാമത്തെ വാക്യം. ഒന്നുകൂടി ഇപ്പൊ വായിച്ചു കേൾപ്പിക്കും. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവേ നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഈ വചനത്തിന് വേണ്ടി നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ കൺവെൻഷന്റെ 2ാമത് രാത്രിയിൽ കർത്താവിന്റെ മനസ്സ് ഈ വചനത്തിലൂടെ ദൈവം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്ന രാത്രിയാകുവാൻ നമ്മോട് മാത്രമല്ല ഈ ദേശത്തോട് കർത്താവിന്റെ വ്യവഹാരം വചനത്തിലൂടെ ദൈവം അറിയിക്കേണ്ടതിനായി ആത്മഭാരങ്ങൾ എല്ലാവരും വചനങ്ങളെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം, ഈ സ്വാതന്ത്ര്യം അത് ദൈവനാമ മഹത്വത്തിന് ഉപകരിക്കപ്പെടട്ടെ. നാം ഒന്നിച്ച് സ്തോത്രം പറയുമ്പോൾ ചെറിയൊരു സംവിധാനത്തിന് കീഴിലാണ് നമ്മളായിരിക്കുന്നതെങ്കിലും വലിയവനായ ദൈവം രാത്രി യോഗത്തിന് സാരഥ്യം അരുളുന്നുണ്ട്. അത് അകതാരി തിരിച്ചറിയുന്നവർ അധരങ്ങളെ തുറന്ന് ദൈവങ്ങളുടെ പിൻബലത്തിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പ്രതികരിക്കട്ടെ. വാഴ്ചകളെയും അധികാരങ്ങളെ ആയുർവർഗം വെപ്പിച്ച് ക്രൂശിന്റെ ജയോത്സവം കൊണ്ടാടി യേശുവിന്റെ നാമം ഇന്ന് രാത്രി ഉയർത്തപ്പെടേണ്ടതിനാൽ അതിന് വിരോധമായി ക്ഷണിക്കപ്പെടുന്ന എല്ലാ അദൃശ്യമണ്ഡലങ്ങളെയും തെറ്റായ വിചാരങ്ങളെയും തെറ്റായ ദൈവശാസ്ത്രത്തെയും ഇന്ന് രാത്രി ദൈവാത്മാവ് ശാസിച്ച് ഒരു ജനത്തിന്റെ വിടുതൽ സംഭവിക്കേണ്ടതിനായി കൃപയുള്ള ദൈവമക്കളെ കരമടിച്ച ദൈവത്തെ ശ്രദ്ധിച്ചാണ്.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനങ്ങൾക്ക് വിരോധമായി ചലിക്കപ്പെടുന്ന എല്ലാ ദേശത്തിന്റെ ആധിപത്യങ്ങളെയും സ്വർഗത്തിനും ഭൂമിക്കും അധികാരം പ്രാപിച്ച നാസറേനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ശ്വാസിക്കകത്തുകയാണ്. ഒരു വലിയ ദൈവം ഇന്ന് രാത്രി യോഗത്തിലുള്ള ദൈവം സമ്പാദിക്കണമേ. ഈ സഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നേതൃത്വങ്ങൾക്കായി സ്തോത്രം. അഭിഷിക്ത വൃന്ദങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രയത്നങ്ങളെല്ലാം സ്വർഗം ആദരിക്കണമേ. ഈ രാത്രിയിലെ വചന കേൾവി ഞങ്ങൾക്ക് ഏവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സ്വർഗം അവിടെ ഇടവരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സർവമഹത്വം കർത്താവെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ. ലോകത്തിൽ മരുന്നില്ലാത്ത രണ്ട് കാര്യമുണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം അസൂയയ്ക്കും, രണ്ടാമത്തെ കാര്യം കഷണ്ടിക്കുമാണ്. ശാസ്ത്രം പുരോഗമിച്ചതുകൊണ്ട്, നവീന മാർഗങ്ങൾ ലോകം അവലംബിച്ചതുകൊണ്ട് കഷണ്ടിക്ക് ഏറെക്കുറെ കുറച്ച് പരിഹാരമൊക്കെ വന്നിട്ടുണ്ട്. എടുത്തു മാറ്റുന്ന രീതിയിലും ഡ്രിൽ ചെയ്ത് വെക്കുന്ന രീതിയിലുമൊക്കെ കഷണ്ടിക്ക് അല്പമായ പരിഹാരം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ എല്ലാ നിരീക്ഷണത്തിലും അനുഭവത്തിലും ഇന്നുവരെയും മരുന്ന് കിട്ടാത്തൊരു രോഗമാണ് അസൂയ എന്ന് പറയുന്നത്. അതെ, അന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് ഒരു പാട്ടുകാരന്റെ അസൂയയെ കുറിച്ചാണ്. നമ്മുടെ സന്നിഭാഷയല്ല, ബൈബിളിലെ ഒരു പാട്ടുകാരന്റെ അസൂയ. ആസാമിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അസൂയ, അതാണ് ഇന്ന് രാത്രിയിലെ എന്റെ സന്ദേശത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ആരാധനയെക്കുറിച്ചും ആലയത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും നല്ല കാഴ്ചപ്പാടുള്ള ഇസ്രായേൽ രാജാവായിരുന്നു ദാവീദ് എന്ന് പറയുന്നത്. ആരാധന എന്നും അദ്ദേഹത്തിന് ഒരു വികാരമായിരുന്നു. ആ വികാരത്തിന്റെ തിരുത്തടലിൽ ഏത് സാഹചര്യത്തിലും ആരാധിക്കുന്ന ഒരു കീഴ്വഴക്കം ആ മനുഷ്യനുണ്ടായിരുന്നു. ദൈവത്താൽ പ്രാപിച്ച ഉപകാരങ്ങളൊക്കെ ഓർക്കപ്പെടുമ്പോൾ ഏതൊരു ഭക്തനും സാഹചര്യം ഒരിക്കലും വിഷയമല്ല. പെട്ടകത്തിന്റെ പുനഃക്രമീകരണം യെരൂശലേമിൽ നടത്തുന്ന കാലത്ത് പഞ്ഞിനൽ കൊണ്ടുള്ള അങ്കി ധരിച്ചുകൊണ്ട് പെട്ടകത്തിന് മുമ്പിൽ ഒരു ഭ്രാന്തനെ പോലെ ഉറഞ്ഞുകൊണ്ട് ദാവീദിനെ ഞാനും നിങ്ങളും മറന്നിട്ടില്ല. വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ട് മീഖൽ തന്റെ പദവിയെ പരിഗണിച്ചുകൊണ്ട് മീഖലതിന് വിമർശനം ഉന്നയിച്ചപ്പോൾ ദാവീദ് പറഞ്ഞൊരു വസ്തുതയുണ്ട്. നിന്റെ പിതാവിനേക്കാൾ എന്നെ മാനിച്ചൊരു ദൈവത്തിന്റെ മുൻപിൽ ഞാൻ ഇനിയും നിന്റെ കണ്ണിന് ഹീനനായി മാറിയാലും പ്രാർത്ഥിക്കുന്നവനും ആരാധിക്കുന്നവനും ലോകത്തിന്റെ ദൃഷ്ടിയിൽ നിന്നും ഭോഷനാണ്, പക്ഷെ ആരാധിക്കുന്നവൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്നും മാന്യനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധിക്കാനും അഭിഷേകത്തിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കാനും സ്തോത്രം പറയാനും കിട്ടുന്ന അവസരങ്ങൾ പദവിയായി പരിഗണിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഈ പട്ടണത്തിലെ ഹൃദയവാർത്ത ഇങ്ങനൊരു കൂടിവരവ് മാനുഷികമല്ല, ഇതിന് പിറകിൽ ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഈ ദേശത്തെ ജനാധിപത്യങ്ങളെ തകർക്കുന്ന ഒരു അഭിഷേകത്തിന്റെ വ്യാപാരം എന്ന രാത്രിയിൽ ഈ ഓഡിറ്റോറിയത്തിനകത്ത് ദൈവം കൈമാറിയാൽ ജനാധിപത്യങ്ങളെ അടിവേളറക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് വ്യാപരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ നന്ദിയോടെ കരമടിച്ച് ദൈവത്തിന് സ്തുതിക്കട്ടെ. ഒരു വലിയ ജയത്തിന്റെ രാത്രിയായി ഈ രാത്രിയെ സ്വന്തം മാറ്റിമറിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ആരാധനയും ആധ്യാത്മികതയും തന്റെ ജീവിതത്തിന്റെ ഒരു വലിയ ആവേശമാണ്. അതുകൊണ്ട് ആലയം അതിന്റെ ഊഷ്മളമായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് ദാവീദ് പറഞ്ഞൊരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല. ഒന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ ദൈവത്തിന്റെ ആനന്ദിച്ചവരെ മനോഹരത്വം എനിക്കൊന്ന് കാണണം. അങ്ങനെ കാലഘട്ടങ്ങളുടെ പുറകിൽ എവിടൊക്കെയോ രൂപഭംഗി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന യഹൂദ ആരാധനയ്ക്കകത്ത് സംഗീതത്തിന്റെ ക്രമങ്ങൾ അതിന്റെ നിലവാരത്തിൽ വളരെ ക്രമീകരണമായി പോകണമെന്നുള്ള ചിന്ത പറ്റി പുലർത്തിയപ്പോൾ ദാവീദ് അവിടുത്തെ ഗായക സംഘത്തിന് ഒരു അച്ചടക്ക നടപടികൾ സ്വീകരിച്ചു. ആ സംഗീതത്തിന് നേതൃത്വം കൊടുക്കുവാൻ ദാവീദിനാൽ അവരോധിക്കപ്പെട്ട കഥാപാത്രത്തിന്റെ പേരാണ് ആസാഫ് എന്ന് പറയുന്നത്. പാടാൻ ആക്കി വെച്ചെങ്കിലും മറിഞ്ഞുകിടന്ന കഴിവുകൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടപ്പോൾ ഇന്ന് രാത്രിയിൽ എന്റെ പ്രസംഗത്തിനും പ്രമേയമായി രൂപകൽപ്പന ചെയ്യാൻ അദ്ദേഹത്തിന്റെ എഴുത്തൊരു ആധാരശിലയായി മാറിയെങ്കിൽ ഇന്ന് രാത്രിയിലും സകലമായ ദൈവങ്ങളോട് ഞാൻ വിളിച്ചു പറയാം,
ദൈവം നൽകിയിരിക്കുന്ന കൃപകൾ മാത്രമല്ല, നമ്മുടെ കഴിവുകളും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടാൽ അത് അനേകരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പാടാൻ കഴിവുള്ളവർ പാടണം, പ്രസംഗിക്കാൻ കഴിവുള്ളവർ പ്രസംഗിക്കണം, എഴുതാൻ കഴിവുള്ളവർ എഴുതണം, അവൻ സ്വന്തം വരയ്ക്കാൻ കഴിവുള്ളവർ വരയ്ക്കണം. ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി നിന്റെ കഴിവുകൾ കൂടെ ഉപയോഗിച്ചാൽ അത് ഒരു ശുശ്രൂഷയായി പരിണമിക്കാൻ, അതിനെ ശുശ്രൂഷയാക്കി മാറ്റാൻ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവത്തിന് കഴിവുണ്ടെന്നുള്ള ഒരു ശക്തമായ പ്രഖ്യാപനം ഈ രാത്രി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അപ്പോൾ പാടുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും തന്റെ ജീവിതത്തിൽ കടന്നുകൂടിയ ഒരു അസൂയയുടെ മനോഭാവം. എന്താ അസൂയയുടെ ചേതവികാരം? ഈ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നുന്നു. ഇതാണ് അസൂയയുടെ കാര്യം. ഇപ്പൊ കൃപയിലാണേലും അസൂയക്ക് യാതൊരു കുറവും ഉണ്ടോ? ഇപ്പൊ നല്ലൊരു ഡ്രസ്സോടായിട്ടോണ്ട് വന്നാൽ, നല്ലൊരു ഷർട്ടോ പാൻസോ ഇട്ടോണ്ട് വന്നാൽ നമ്മുടെ നോക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടുകൾ അടുത്തിരിക്കുന്നവന്റെ മുഖത്ത് നോക്കി നമുക്ക് കൈ തരുന്ന ഒത്തിരി പേരുണ്ട്. ചോത്രം സഹിക്കുകയില്ല. അപ്പോ അസൂയക്ക് പഞ്ഞമില്ലാത്തൊരു കാലമാണ്. ഈ അസൂയ മനോഭാവം ആധ്യാത്മിക ലോകത്തിൽ മാത്രമല്ല, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ലോകത്തിലേക്കും അസൂയയുടെ ഒരു വിടതലമായി മാറിയിരിക്കുന്നു. അവനവൻ പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് കഴിവുള്ളവരായി ഒരാൾ രംഗത്ത് വന്നാൽ അവനെ തേജോവധം ചെയ്ത് അപമാനത്തിന്റെ ഉത്തരനാക്കി മാറ്റി കാലഘട്ടത്തിൽ ചവിട്ടുകട്ടയിലേക്ക് എറിഞ്ഞ സംഭവങ്ങൾ ഈ മാസങ്ങളെ പിൻവലിച്ച് നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ തിരിച്ചറിയണം, അസൂയ എന്ന് പറയുന്നത് ആധ്യാത്മിക ലോകത്തിൽ മാത്രമല്ല, ഈ ലോകത്തുള്ള സമസ്ത മേഖലകളിലും ഉറഞ്ഞു കൊള്ളുന്ന ഒരു ഗതികെട്ട അനുഭവമാണ് അസൂയ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ വിചാരങ്ങൾക്ക് ആധാരമായി ആസാമിൽ അസൂയ ഭരിച്ചതിന്റെ കാര്യം എന്താണ്? നിർമ്മല ഹൃദയമുള്ളവർക്ക് ദൈവം നല്ലവനാണ് നിശ്ചയമെന്ന് പഠിച്ച ആസാവ് തന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകി വിശുദ്ധിയുടെ ആഴങ്ങൾ കൊതിച്ചുകൊണ്ട് നിർമ്മലമായ മനസ്സാക്ഷിയുടെ ജീവിതം നയിച്ചു വന്ന ഭക്തൻ ഒരു കാഴ്ച കണ്ടു. നീതിയില്ലാത്ത, പ്രമാണമില്ലാത്ത, ആധ്യാത്മികതയുമായിട്ട് ഗുണബന്ധമില്ലാത്ത ദുഷ്ടൻ തന്നെക്കാൾ മെച്ചമായ നിലയിൽ വിരാജിക്കുന്നു. ഇത് ആസാമിന്റെ മാത്രം ഒരു വർഷമാണോ? അല്ല. അബ്രഹാമിന്റെ സമകാലീനായിരിക്കുന്ന യോബിന്റെ ജീവിതത്തിനകത്തും താൻ കടന്നുപോയ പരീക്ഷണങ്ങൾക്കകത്ത് ഒരു വേള കടന്നു വന്ന യോബിന്റെ ഒരു അകത്തളത്തിലെ അവൻ ആവേശത്തിൽ നിറഞ്ഞൊരു ചോദ്യമായിരുന്നു, ദുഷ്ടൻ എന്തുകൊണ്ട് അങ്ങനെ, ഭക്തനായിരിക്കുന്ന ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ? ഈ ചിന്ത ഇരമ്യാവിനുണ്ടായിരുന്നു, ഈ ചിന്ത ഹബക്കൂക്കിനുണ്ടായിരുന്നു, ആസാമിന് ഈ ചിന്തയുണ്ടായി. വീടുകൾക്കകത്തിരുന്ന് ഈ ചിന്ത ഭരിച്ചപ്പോൾ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചാൽ ദുഷ്ടന്റെ സൗഭാഗ്യത്തെ വചനം വായി നിറച്ചിരിക്കുന്നു. അപ്പോൾ ആസാമിന് ആശങ്കയുണ്ടായി, എടാ പ്രാർത്ഥിക്കുന്ന എന്താ എനിക്കിങ്ങനെ, ആരാധിക്കുന്ന എന്താ എനിക്കിങ്ങനെ, എന്റെ കടഭാരം മാറുന്നില്ല, എന്റെ ദുഃഖം മാറുന്നില്ല, കടത്തിന് കടത്തോട് കൂപ്പുകുത്തുന്നു, രോഗത്തിന് രോഗത്തിലോട്ട് കൂപ്പുകുത്തുന്നു. ജില്ലയിൽ നിന്ന് അവൻ താലൂക്കിലേക്കും അങ്ങോട്ട് മാറി ആശുപത്രി മെഡിക്കൽ കോളേജിലേക്കും എന്റെ രോഗം റഫർ ചെയ്യുന്നു. എന്റെ വർഷത്തിന് പരിഹാരം ഉണ്ടാകാത്തത്? ദുഃഖം നോക്കിയപ്പോൾ അവൻ മറ്റു മനുഷ്യരെ പോലെ ബാധിക്കുന്നില്ല. കണ്ണുകൾ പിടിച്ചുകൊണ്ട് ഒന്നിരിക്കുന്നു. അവരുടെ സമൃദ്ധികൾ വളരെയാണ്, സാമ്പത്തികമായിട്ട് മെച്ചമായ അവസ്ഥയിലാണ്. ഞാൻ ദൈനം ജീവിതത്തിന്റെ കൂപ്പുകുത്തി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് താഴെക്കപ്പെടുന്നു. ഇതെന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം എന്ന് ചോദിച്ചപ്പോൾ വീടിനകത്തിരുന്ന് ചിന്ത ഭരിച്ച ഈ മനുഷ്യൻ അടുപ്പുകല്ല് പോലെ നീറിയപ്പോൾ വീടിന്റെ അന്തരീക്ഷം വിട്ട് അവൻ ആലയത്തിലേക്ക് വന്നു. വചനം എഴുതി വെച്ചിരിക്കുന്നു, ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ ചെന്നു. അത് നിർത്തിക്കൊണ്ടൊരു വെളിപ്പാട് ഞാൻ കൈമാറാം. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ എന്തു കാണുന്നു, എവിടെ ആശ്രയിക്കുന്നു എന്നുള്ളത് വലിയ വിഷയമാണ്. ഇതുപോലെ ആസാമിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് ആലയത്തിൽ വെച്ചാണ്. ബൈബിൾ വിശ്വസിക്കുന്നവരറിയണം, ബൈബിൾ ചരിത്രത്തിൽ പല പ്രതിസന്ധികളും പരിഹരിച്ചത് വീട്ടിൽ വെച്ചല്ല, ആലയത്തിൽ വെച്ചാണ്. അതിലാണ് ഈ സഹായത്തിന് വരാൻ ഞങ്ങൾ വിളിക്കുന്നത്. അപ്പൊ ചിലർ പറയുന്നത് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുകയല്ലേ. എന്നാ പിന്നെ എന്റെ യുക്തിപരമായിരിക്കുന്ന ചോദ്യം, കൊച്ചിനെ എന്തിനാ സ്കൂളിൽ വിടുന്ന, വീട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ പോലെ? അതൊക്കുകയല്ല. അപ്പൊ അതൊക്കെ ഇല്ലെങ്കിൽ ഇതിനകത്തും തത്വമുണ്ടെന്ന് പഠിക്കണം. ബൈബിൾ ചരിത്രത്തിൽ പല വിടുതലുകളും നടന്നത് ആലയത്തിൽ വെച്ചാണ്. ഹന്നയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയതും അവരുടെ ഉദരത്തിന് കെട്ടുപൊട്ടിയതും ആലയത്തിൽ വെച്ചാണ്. ആസാമിന്റെ ചോദ്യത്തിന്റെ ചിന്തകൾക്ക് മറുപടി ലഭിച്ചത് ആലയത്തിൽ വെച്ചാണ്. കൂലിയായിരിക്കുന്ന സ്ത്രീയുടെ കൂലി മാറിയത് ആലയത്തിൽ വെച്ചാണ്. വരണ്ട കൈയുള്ള മനുഷ്യന്റെ കൈക്ക് സൗഖ്യം കിട്ടിയത് ആലയത്തിൽ വെച്ചാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ നിന്റെ ആലയത്തിന് നന്മ കൊണ്ട് തൃപ്തനാകുമെന്നുള്ളത് ഒരഭ്യൂഹമല്ല,
ഒരനിശ്ചിതത്വമല്ല. പ്രതീക്ഷ കൈവിടാതെ ആരാധിക്കാൻ വരുന്നവരോടുള്ള കാലഘട്ടത്തിന്റെ കരുത്തിന്റെ ശബ്ദം ആലയം പ്രശ്നപരിഹാര വേദിയായി മാറും. സ്വതന്ത്രം. അപ്പം ആലയത്തിൽ ചെന്നപ്പോൾ ചിന്താഗതികൾക്ക് മാറ്റം ഉണ്ടായി. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെ എവിടേക്ക് നയിക്കുന്നു എന്നുള്ളത് ചിന്തനീയമാണ്. പലരുടെയും പ്രശ്നം അനേകരെ മന്ത്രവാദികളെടുക്കലേക്ക് നയിക്കുന്നേ. പലരുടെയും പ്രതിസന്ധികൾ പോലീസിന്റെ അടുക്കലേക്ക് നയിക്കുന്നു. പലരുടെയും പ്രശ്നങ്ങൾ കോടതിയിലേക്ക് പോകുന്നു. പലരുടെയും പ്രശ്നങ്ങൾ കൊട്ടേഷൻകാരിലേക്ക് പോകുന്നു. പലരുടെയും പ്രശ്നങ്ങൾ ആത്മഹത്യയിലേക്കും ക്ലയന്റിന്റെ മുൻപിൽ ചാടിച്ചാകാനും നയിക്കുമ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പേ, നിന്റെ പ്രശ്നവുമായി ഇന്ന് രാത്രി ദൈവത്തിന്റെ അടുക്കൽ നീ വന്നാൽ നിന്റെ ചരിത്രം മാറ്റാൻ ഞാൻ ഉയർത്തുന്ന യേശു ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി പറ. നിന്റെ സകല പ്രതിസന്ധിക്കും അറിഞ്ഞു വരുത്താൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞ അന്ധവിശ്വാസമല്ല, നാഥന്റെ കരുത്തുറ്റ ശബ്ദത്തെ നെഞ്ചോട് അടുപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളംബരം ചെയ്യുന്നു. എന്റെ നാഥൻ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. തന്റെ ഇടത്തോടെ വിളിച്ചു പറ, എന്റെ പ്രശ്നം എന്നെ മരിപ്പിക്കത്തില്ല, എന്റെ കടപ്പാടം എന്നെ യാതകത്തിലേക്ക് നയിക്കത്തില്ല, എന്റെ ശാപങ്ങൾ എന്നെ തകർക്കത്തില്ല, എന്റെ ദുരന്തങ്ങൾ എന്നെ തകർക്കത്തില്ല. അതിനെ അടിച്ചുവിട്ട് എന്നെ സ്വതന്ത്രമാക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് സ്വന്തം കൈമാറുകയാ. പ്രതിസന്ധി അഴിയുന്ന രാത്രിയാ, ചില കടപ്പാടുകൾ മാറുന്ന രാത്രിയാ, ചില രോഗശക്തികൾ ഈ രാത്രി സൗഖ്യമാകുന്ന രാത്രിയാ. നിങ്ങൾ ബൈബിൾ ചരിത്രം പഠിക്കണം. യേശുവിന്റെ അടുക്കൽ വന്നവരാരും വന്നതുപോലെ വീട്ടിൽ കയറിയിട്ടില്ല. സ്വപ്നം പ്രതീക്ഷയോടാണ് ഇന്ന് രാത്രി യോഗത്തിന് വന്നത്. പ്രത്യാശയോടെയാണ് യോഗത്തിൽ വന്നത്. ഒരു വിമർശനമില്ലാതെ എനിക്ക് ദൈവത്തിന് കേൾക്കണമെന്നാണ് പറഞ്ഞാണ് വന്നത്. ഒരു ദൈവിക സ്പർശനം പൊതിച്ചാണോ ഇന്ന് രാത്രി വന്നത്. കടപ്പാടില്ലാതെ അഭിമാനത്തോടെ ഞാൻ വിളിച്ചു പറയാം, നിന്റെ വിഷയത്തെ തൊടാൻ കഴിയുന്ന എന്റെ കർത്താവിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. നീ തകരേണ്ടവനല്ല, നീ തകരേണ്ടവനല്ല. ഇന്ന് രാത്രി അഭിഷേകത്തോട് പറ, എന്റെ പ്രശ്നത്തിന് പരിഹാരം തരുന്ന ഒരു ദൈവ സാന്നിധ്യം എനിക്കുണ്ട്. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ അധിക എല്ലാ വഴിയാണ് എല്ലാ പരിപാടിയും പൊട്ടുമ്പട എല്ലാവരും ഇതിനകത്തോട്ട് വരുന്നു. ഒടുവിൽ സ്വത്രം ദൈവത്തിന്റെ വിഷയമൊന്നുമല്ല. കൊടുത്തെടുത്തും മേടിച്ചെടുത്തും ഓടിയെടുത്തും സ്വത്രം അർപ്പിച്ചെടുത്തുമൊന്നും യഥാർത്ഥമായ സായുജ്യമോ രക്ഷയോ സമാധാനമോ കിട്ടിയില്ലെങ്കിൽ ആത്യന്തികമായി മനുഷ്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരിടം അത് ദൈവസന്നിധിയാണ്. സ്വതന്ത്രം. ഈ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ വ്യക്തി വിഷയമല്ല. ഈ സന്നിധിയിലേക്ക് കടന്നു വരാൻ രൂപങ്ങൾ വിഷയമല്ല, ജാതി വിഷയമല്ല, സമയം വിഷയമല്ല. ആ കോണ്ടക്സ്റ്റ് നിന്നുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്. അതുകൊണ്ട് തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലണം. സമാഗമന കൂടാരത്തിന്റെ അന്തർഭാഗത്ത് നിലകൊള്ളുന്ന കൃപാസനം എന്ന് പറയുന്ന സംവിധാനം പഠിക്കുമ്പോഴാണ് പൗലോസ് പറഞ്ഞ വാക്യത്തിന്റെ ക്ലാരിറ്റി മനസ്സിലാകുന്നത്. നിങ്ങൾ ബൈബിൾ ബോധമുള്ളവരാണ്, ബൈബിളിനെ കുറിച്ച് ചിന്താഗതിയുള്ളവരാണ്. പഴയ നിയമത്തിലെ കൃപാസനത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അതിനെടുക്കൽ ചെല്ലാൻ പറ്റില്ല, എപ്പോഴും ആർക്കും ചെല്ലാൻ പറ്റില്ല, എങ്ങനെയും ചെല്ലാൻ പറ്റില്ല. എപ്പോൾ ചെല്ലണം? ആണ്ടിൽ ഒരിക്കൽ ചെല്ലണം. ആര് ചെല്ലണം? മഹാപുരോഹിതൻ ചെല്ലണം. എങ്ങനെ ചെല്ലണം? വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട് ചെല്ലണം. അപ്പോൾ ആള് വിഷയം, സമയം വിഷയം, വസ്ത്രം വിഷയം. പക്ഷെ യഥാർത്ഥമായ പുതിയ നിയമം വിഭാവനം ചെയ്യുന്ന കൃപാസനം തടികൾ കൊണ്ടോ ലോകങ്ങൾ കൊണ്ടോ ഉണ്ടാക്കിയ സംവിധാനമല്ല. ദൈവം ഇറങ്ങി വരുന്ന ഇടമാണ് ദൈവസന്നിധിയെങ്കിൽ ഇവിടെ വസ്ത്രം വിഷയമല്ല, ഇവിടെ ആട് വിഷയമല്ല, ഇവിടെ സമയം വിഷയമല്ല. നിന്റെ ജാതി ചോദിക്കാതെ, നിന്റെ കുലം ചോദിക്കാതെ, നിന്റെ പൂർവ്വകാലത്തിന്റെ ഗതികേടുകൾ ചോദിക്കാതെ തക്ക സമയത്തുള്ള സഹായത്തിനുള്ള കൃപ തരാൻ കഴിയുന്ന ഇടമുണ്ട്. അതിന്റെ രാത്രി ഞാൻ ഉയർത്തി നിർത്തുന്ന ദൈവ സന്നിധിയാകയാൽ കരമടിച്ചോണ്ട് പറ, ഇത് കേവലം ഒരു ബിൽഡിംഗ് അല്ല, ഇത് കേവലം ഒരു സ്ഥാപനമല്ല, ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്.
അടുത്ത ചിന്ത കേട്ടോളാം. നമ്മുടെ പ്രതിസന്ധിക്കകത്ത് നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളതും വിഷയമാണ്. സ്വതന്ത്രം പ്രതിസന്ധിക്ക് എന്ത് കാണുന്നു എന്നുള്ളത് വിഷയം. ഇസ്രായേലിന്റെ ഇരുമ്പുചൂള വിട്ട് ചെങ്കടലിന്റെ കരയിൽ നിൽക്കുമ്പോൾ സകല വഴിയുമടങ്ങൊരു ജനതയുടെ കറുത്ത അധ്യായം. സകല കൺട്രോളുകളും പോയി. മോശടിക്ക് വന്ന ഒരു ചോദ്യത്തിലൊരു ചോദ്യമുണ്ട്, ഇസ്രായേലിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം, പുറകോട്ടോടി രക്ഷപ്പെടാൻ പറ്റുന്നില്ല, മുൻപോട്ടോടി രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇരുഭാഗങ്ങളിൽ കടുന്നുക്കായിരിക്കുന്ന പാറക്കൂട്ടങ്ങൾ. രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു തലത്തിനകത്ത് ഇസ്രായേൽ സമൂഹങ്ങൾ സ്റ്റക്കായി നിൽക്കുമ്പോൾ പിശാച് അവരുടെ മുമ്പിൽ വരച്ചു കാട്ടിയത് വാഗ്ദത്ത ദേശത്തിന്റെ ചിത്രമല്ല, പണിയാത്ത വീടല്ല, കുടിക്കാത്ത കിണറല്ല, അത്യവൃക്ഷങ്ങളും മാതൃനാരങ്ങളും കനികർഭങ്ങളുമല്ല. പിശാച് വരച്ചു കാണിച്ചത് വിട്ടുപോകുന്ന നാഗരികതയ്ക്കകത്ത് തലയെടുപ്പോടെ നടന്ന പിരമിഡിന്റെ ചിത്രം. പ്രാർത്ഥിക്കുന്നവൻ അറിയണം, ദൈവം വിളിച്ചിറക്കിയത് വഴിയിൽ നിന്നെ തകർക്കാനല്ല, നിന്നെ പറഞ്ഞെടുത്ത് എത്തിക്കാനാ. ഇതിനകത്ത് അഭിഷേകത്തോട് പറയണം, പാരമ്പര്യം എത്ര അനുധാവനം ചെയ്താലും, എത്ര പോരാട്ടങ്ങൾ പുറകെ വന്നാലും, തമ്പുരാൻ നിന്റെ കുടുംബത്തോടും തമ്പുരാൻ നിന്റെ വ്യക്തിപരമായ ജീവിതത്തോടും പറഞ്ഞ വാഗ്ദത്തത്തിനകത്ത് കാലെടുത്ത് വെക്കാതെ നിന്റെ ജീവിതം അവസാനിക്കത്തില്ലെന്ന് ഒരു പ്രവചന ശബ്ദം ഈ രാത്രി സ്വർഗ്ഗം നിനക്ക് കൈമാറുകയാണ്. ദൈവാത്മാവിന്റെ രാത്രി നിങ്ങളോട് പറയാൻ ഒരു വാക്യം എനിക്ക് തരുന്നു. ഞാൻ എഴുതിക്കൊണ്ടുവന്ന ആശയത്തിനപ്പുറമായിട്ട് ദൈവാത്മാവ് ശുശ്രൂഷയെ ഞാൻ നയിക്കുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഇസ്രായേലിനോട് ദൈവം പറയുന്ന കാര്യങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. 1, നിങ്ങൾ ജീവിച്ചിരിക്കണം. 2, നിങ്ങൾ വർദ്ധിക്കണം. 3, നിങ്ങൾ ചിലതിനെ അവകാശമാക്കണം. അവസാനം പറഞ്ഞ 2 കാര്യം നടക്കണമെങ്കിൽ ആദ്യത്തെ കാര്യത്തിന് തീർപ്പുണ്ടാകണം. ജീവിച്ചിരിക്കാതെ നിനക്ക് വർദ്ധിക്കാൻ പറ്റില്ല, ജീവിച്ചിരിക്കാതെ നിനക്ക് അവകാശമാക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് പ്രവചിക്കുന്നു, ജീവിതം പോലും കൈപ്പായി ഞാൻ എന്തിന് ജീവിക്കണമെന്ന് അകത്തളത്തിൽ ചിന്തയിട്ട് നിന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന ചില മരണത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി ഇതിനകത്ത് എന്റെ തമ്പുരാൻ പൊട്ടിക്കുന്ന രാത്രിയാ. കരവടിച്ചിട്ട് പറ, ഭാവികളിൽ അസ്തമിക്കാനല്ല, തമ്പുരാൻ എന്നോട് പറഞ്ഞ നൂറിന്റെ നിവർത്തിക്കകത്തേക്ക് എന്റെ സ്വർഗ്ഗം എന്നെ കൊണ്ടുവരികയാ. ചില മരണത്തിന്റെ ശക്തികൾ ഈ രാത്രി ശരീരമിന്റെ അഴിയണേ. പ്രതിസന്ധിയുടെ നടുവിൽ ഉപദേശിക്കാതെ മരിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ. പിതാവ് വാടിക്കൊണ്ട് വെച്ച് വിഷം തപ്പിയെടുത്ത് പോക്കം ചെയ്തു. ഇന്ന് രാത്രി വീട്ടുകാരെ പാഠം പഠിപ്പിക്കുന്ന നിലയിൽ രാത്രി കഴിച്ചു മരിക്കാൻ ആഗ്രഹിച്ചു. എല്ലാവരും ഉറങ്ങി, ഞാനും ഉറങ്ങി, കണ്ണു തുറന്ന നേരം എടുത്തപ്പെടാം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ മരിക്കണമെന്ന ചിന്ത കളഞ്ഞില്ല. ആ വിഷമെടുത്ത് പോക്കം ചെയ്തിട്ട് മുറിയിലിട്ട് 4 മുഖത്ത് നോക്കുന്നത് ഇന്ന് ഞാൻ വീട്ടുകാരെ പാഠം പഠിപ്പിക്കും. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ ഒരു ചിന്ത, ബൈബിള് വായിച്ചിട്ട് മരിക്കാം, സ്വർഗം കിട്ടുവായി. ഞാൻ ആ വിഷം പോക്കറ്റിട്ട് ഇങ്ങോട്ട് വന്ന് ബൈബിൾ ഇങ്ങനെ അടർത്തി വായിച്ചു. കൊച്ചുപ്രായം മുതൽ ബൈബിൾ വായിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ട്. ഒരിക്കലും എന്റെ വായനയിൽ ഉടക്കാത്തൊരു വാക്യം സഭാപ്രസംഗി 7-ാം അധ്യായത്തിൽ ചാട്ടുളി പോലെ ഹൃദയത്തിലൂടെ കയറി വന്നു. ആ വാക്യം ഇതാണ്, കാലത്തിന് മുൻപേ നീ എന്തിനും മരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകരുത്, എല്ലാവരുടെയും 2 മാസം മതിയുമുണ്ട്. ശ്രദ്ധിച്ചാൽ സ്വന്തം പറഞ്ഞേ, കാലത്തിന് മുൻപേ നീ എന്തിനു മരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഇനി കാലമുണ്ടോ? പിന്നെ അതിന്റെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ വന്നിരിക്കുന്നേ. ശ്രദ്ധിച്ചു കേട്ടോണം. കടക്കണിയുടെ പേരിലും, ചതിക്കപ്പെട്ടതിന്റെ പേരിലും, സ്നേഹിച്ചവൻ വഞ്ചിച്ചതിന്റെ പേരിലും, പരീക്ഷ തോറ്റതിന്റെ പേരിലും, അയൽക്കാരും സ്വന്തക്കാരും ഭാര്യയും കൈവിട്ടതിന്റെ പേരിലും അവസാനിപ്പിക്കേണ്ടതല്ല നിന്റെ ജീവിതം. ഏത് വഴിയുള്ള ജീവിതത്തെയും, ഏത് ഗതികെട്ട ജീവിതത്തെയും ചരിത്രമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ചരിത്ര പുരുഷൻ സുഹൃത്തെ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. മദ്യത്തിന്റെയും വിഷത്തിന്റെയും കുപ്പികൾ വലിച്ചെറിഞ്ഞിട്ട് പറ, എന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു രക്ഷകൻ ഇന്ന് രാത്രി. രാത്രി നീ ഇതിനകത്ത് വന്നതല്ല, എന്റെ ദൈവം ഇന്ന് രാത്രി തന്നെ യോഗത്തിനകത്ത് കൊണ്ടുവന്നതാണ്.
മാതാപിതാക്കളെ പാഠം പഠിപ്പിക്കാനും വഞ്ചിച്ചു നിലവിൽ നിന്റെ ജീവിതം ഒരുപാട് കയറാതെ തീർക്കരുത്. നിനക്ക് ഇനി നിന്റെ മുമ്പിൽ ഭാവിയുണ്ട്, ഇനി നിന്റെ മുമ്പിൽ വിദേശ യാത്രകളുണ്ട്, ഇനി നിന്റെ മുമ്പിൽ ഒത്തിരി നന്മകളുണ്ട്. നീയായിട്ട് നിന്റെ ജീവിതത്തെ നശിപ്പിക്കരുത്. യേശുവിന്റെ രാത്രികളെ വിളിക്കുകയാ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മതത്തിന്റെ ചാർത്തുകൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും പ്രത്യേക ശാസ്ത്രങ്ങൾക്കും നുരഞ്ഞു പറഞ്ഞൊഴുകുന്ന മദ്യക്കുപ്പികൾക്കും അനുഷ്ഠാനങ്ങൾക്കും തരാൻ പറ്റാത്ത സമയസമാധാനം ഇന്ന് രാത്രിയിലും നിനക്ക് തരുവാൻ കഴിയുന്നവരാണ് ഞങ്ങൾ ഉയർത്തുന്ന നാസറേനായ യേശു ക്രിസ്തു. വളരെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ യേശുവിന്റെ രാത്രി നിന്നോട് പറയുന്നു, നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. സുഹൃത്തെ, നിനക്ക് നിന്നിൽ തന്നെ വിശ്വാസമില്ലെങ്കിലും ഞാനൊരു വെളിപ്പാട് കൈമാറും. നിന്നിൽ എന്റെ കർത്താവിന് നല്ല വിശ്വാസമാണ്. അത് ഇന്ന് രാത്രി ഫലകരമാകണമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് മുന്നിൽ സറണ്ടർ ആകണം, ദൈവത്തിന് മുന്നിൽ വിനയപ്പെട്ടു കൊടുക്കണം. ഒരു മനുഷ്യന്റെ നീറിപ്പുകയുന്ന വിഷയത്തിന് ദൈവസന്നിധി മറുപടി കൊടുത്തു. അടിവരയിട്ട് പ്രാർത്ഥിച്ചോണം. നമ്മുടെ സകല ചോദ്യത്തിന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. സ്വത്രം ഇന്ന് പ്രാർത്ഥിക്കുന്ന നിനക്ക് പലതും പിടികിട്ടത്തില്ലേലും നീ ആരാധിക്കുന്നവനൊന്നും മറവല്ല. നിഗതന്മാരുടെ താഴ്വരെ കൊണ്ടുപോയി പ്രവാചകനായ യെരസ്കേൽ നിർത്തിയിട്ട് ദൈവം ഒരു ചോദ്യം ചോദിച്ചു, ഇത് ജീവിക്കുവോടാ പറ. പഞ്ചപുച്ഛമുടക്ക് 2 കൈ കൂപ്പിട്ട് പറയുക, സുല്ല് എനിക്കറിയില്ല, നിനക്ക് സകലതും അറിയാം. അതെ, പ്രവചിക്കുന്നവന് പലതും അറിയത്തില്ലേലും നീ പ്രാർത്ഥിക്കുന്നവൻ സകലതും അറിയാം. നിന്റെ ജീവിതത്തിന്റെ ഗതികേടുകളും നിന്റെ കുടുംബത്തെ വരയ്ക്കുന്ന ശക്തികളും നീ എങ്ങനെ ഇങ്ങനായി മാറിയെന്ന് നിന്റെ ഗോചരമായ അനുഭവങ്ങൾക്ക് വെളിപ്പെടാത്ത സകലം നിഗൂഢ സത്യങ്ങളെയും അറിയാൻ കഴിയുന്ന ഒരു സർവജ്ഞാനിയായ ദൈവമാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തി പ്രസംഗിക്കുന്ന നാസറേനായ യേശു ക്രിസ്തു. സ്തോത്രം. ദൈവാത്മാവിനെ ആ നിലയെ കൊണ്ടുപോയതുകൊണ്ടാണ് ഞാൻ അത്ര വരെ പോയത്. പിന്നെ സുവിശേഷത്തിലേക്ക് വരികയാണ്. അപ്പോ ആലയത്തിനകത്ത് എന്തെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടായി. അവരെന്താ അങ്ങനെ, ഞാനെന്താ ഇങ്ങനെ. അപ്പോ ഒരു പൊരുത്തക്കേടും വൈരുദ്ധ്യം ഉണ്ടായപ്പോൾ ഭക്തനോട് ദൈവം പറഞ്ഞു, നീ ഭാവിയിലോട്ട് കണ്ടു തുറന്ന് നോക്ക്. ഇന്നു നീ തകർക്കപ്പെട്ടവനാ, ലോകത്തോട് കിടപിടിക്കാൻ നിനക്കൊന്നുമില്ല. പെന്തക്കോസ്തുകാർ അറിയണം, നമ്മൾ എത്ര ഉയർന്നാലും ലോകത്തോട് കിടപിടിക്കാൻ പറ്റുകയില്ല. നമുക്ക് മന്ത്രിയൊക്കെ വേണമെന്നാ ചിലരൊക്കെ പറയുന്നത്. നീ എഴുതി വെച്ചോ, പെന്തക്കോസ്തിനകത്തൊരു മന്ത്രി ഉണ്ടായാൽ സ്വതന്ത്രം സത്യപ്രതിജ്ഞ 2-ാം ദിവസം രാജിവെച്ച് പുറത്തു വരും. സ്വതന്ത്രമില്ല. ലോകം നമുക്ക് യോഗ്യമല്ല. സ്വതന്ത്രം ലോകം നമുക്ക് യോഗ്യമല്ല. സ്വതന്ത്രം നമ്മുടെ സംവിധാനവും ലോകത്തിന്റെ സംവിധാനവും വേറെയാ. നമ്മുടെ സംസ്കാരം ലോകത്തിന്റെ സംസ്കാരം വേറെയാ. നമുക്ക് വേറിട്ടൊരു നിലപാടുണ്ട്. അപ്പൊ നോക്കിയേ, ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞരുള്ളത് പെന്തക്കോസ്തിലല്ല, സൗന്ദര്യമുള്ളവരും പെന്തക്കോസ്തിലല്ല, സ്വന്തം കളക്ടർമാരും പെന്തക്കോസ്തിലല്ല, അറിയപ്പെടുന്ന ബിരുദമുള്ളവരും ഉന്നതമായ ശ്രേണി വിരാജിച്ചവരൊന്നും പെന്തക്കോസ്തിലല്ല. നമ്മൾ എത്ര വളർന്നാലും ലോകത്തോട് പലപ്പിടത്തിലും നമുക്ക് കിടപിടിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം സത്യം അറിയണം, ലോകവും കാലവുമല്ല നമ്മൾ ആരാണ് തീരുമാനിക്കുന്നത്, നിത്യതയാണ് നാം ആരാണ് തീരുമാനിക്കുന്നത്. ഇന്ന് രാത്രി വെളിപ്പാട് മുറുകെ പിടിച്ചോണം. നാട്ടുകാരല്ല, നീ ആരാണ് തീരുമാനിക്കുന്നത്. നിത്യതയുടെ കവാടം തുറക്കുമ്പോൾ തമ്പുരാൻ നിന്നോട് പറയും, നീ ആരാണ്, ലോകമെന്താണ്, ദുഷ്ടനാരാണ്, ഭക്തനാരാണ്, ആരാധിച്ചവനാരാണ്, ആരാധിക്കാത്തവനാരാണ്, യേശു ഉള്ളവനാരാണ്, യേശു ഇല്ലാത്തവനാരാണ്, യേശുവിനെ രക്ഷിതാവ് സ്വീകരിച്ചവനാരാണ്, യേശുവിനെ സ്വീകരിക്കാത്തവനാരാണ്. ഇത് തീരുമാനിക്കുന്നത് കാലഘട്ടമല്ല, ഇത് തീരുമാനിക്കുന്നത് നിത്യതയാണ്. ചിന്തകൾക്ക് ചിന്തയിട്ടുകൊണ്ട് ഭാവിയുടെ ഭാഷയിലേക്ക് നോക്കിക്കൊണ്ട് മനുഷ്യൻ കണ്ടു നിന്നപ്പോൾ തന്റെ മനോമുഖത്തിൽ വെളിപ്പാടുണ്ടായി. അയ്യോ, നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. ഞാൻ ഇന്ന് തകർക്കപ്പെട്ടവനാ, നിന്റെ മുൻപിൽ പൊട്ടനും ഒന്നും അറിയാത്തവനുമാ. ഇപ്പോൾ നീ എന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു, പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ദൈവമക്കൾ എഴുതി വെച്ചോണം. തകർക്കുന്ന ലോകത്തില്, പട്ടിണിയുള്ള ലോകത്തില്, കടഭാരമുള്ള ലോകത്തില്, രോഗങ്ങൾ വേട്ടയാടുന്ന ശരീരത്തില്, ഈ ലോകമല്ല നമ്മൾ ആരാണ് തീരുമാനിക്കുന്നത്. നിത്യതയുടെ വാതിൽ തുറക്കുമ്പോൾ നീ ആരെ ആരാധിച്ചോ അവൻ പറയും നീ ആരാണെന്ന്. നാട്ടുകാർ പറയുന്ന സർട്ടിഫിക്കറ്റ് മാറ്റിവെച്ചിട്ട് വിളിച്ചു പറ. പൗലോസ് പറയുന്നു ഫിലിപ്പിലേഖനം 3:21, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്.
സ്തോത്രം. നമ്മുടെ പ്രത്യാശ അതാണ്. സ്തോത്രം. ഈ ലോകം കെട്ടുപോകിലും ഈ ഗേഹം പട്ടുപോകിലും കർത്തൻ കാഹളനാദത്തിങ്കൽ. ഈ ഗേഹം പട്ടുപോകും, ഈ ശരീരമെല്ലാം ഉടഞ്ഞു പോകും. നമ്മുടെ നിത്യത തീരുമാനിക്കുന്ന സ്വർഗമാണ്. അപ്പൊ ശ്രദ്ധിച്ചോണം, ഇവിടെ രണ്ട് രൂപങ്ങൾ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നു, ഭക്തന്റെ രൂപവും ദുഷ്ടന്റെ രൂപവും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ, ഭാവിയിൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെ രൂപത്തിന് രണ്ട് നിത്യത ബൈബിൾ കൽപ്പിച്ചിരിക്കുന്നു. ഒന്ന്, യേശുവിനോടുള്ള സ്വർഗീയ നിത്യത. രണ്ട്, പിശാചിനോടുള്ള നരകത്തിന്റെ നിത്യത. എന്റെ ചോദ്യം നിങ്ങളോടാണ്, യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ നിങ്ങളുടെ രൂപത്തെ കർത്താവ് അംഗീകരിക്കുമോ അതോ തുച്ഛീകരിക്കുമോ? ഈ ചോദ്യത്തിന് പ്രാരംഭത്തിൽ മറുപടി തരണ്ട. ഈ പ്രശ്നത്തിന് അവസാനം എന്ന് കുറിക്കുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാകണം. എന്റെ രൂപം ഏത് പരുവത്തിലാണ്? സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് ശരീരത്തിന് മനോഹാരിതകൾ വർദ്ധിക്കുന്ന സുഹൃത്തെ, ബോഡി ബിൽഡിംഗ് വർദ്ധിച്ചു വരും, ബിൽഡേഴ്സ് വർദ്ധിച്ചു വരിക. കൃത്യമായിരിക്കുന്ന മാർഗങ്ങളിലൂടെ മേക്കരുത്തും ശരീരത്തിന്റെ ബുദ്ധിയുമൊക്കെ പ്രകടിപ്പിക്കാൻ, ശരീരം പ്രദർശന വേദിയാക്കി മാറ്റാൻ അക്ഷീണം പരിശ്രമിക്കുമ്പോൾ നാട്ടുകാരെയും വീട്ടുകാരെയും വിറപ്പിക്കുന്ന ശരീരഘടനയുള്ള നിന്റെ ശരീരം, മദ്യപിച്ച് മതോന്നതനായി നാട്ടുകാരെയും തന്നെ നടക്കുന്ന നിന്റെ ശരീരം, കുത്തടിഞ്ഞ ഇടപാടുകളും ബന്ധങ്ങളും പുലർത്തി പാപത്തോട് അനുരഞ്ജനം കൽപ്പിച്ച് പാപത്തിൽ ഉടരുന്ന നിന്റെ ശരീരം കാലഘട്ടം കഴിയുമ്പോൾ യേശു അംഗീകരിക്കുമോ അതോ തുച്ഛീകരിക്കുമോ? മനസ്സാക്ഷി ചിന്തപ്പെടുമ്പോൾ അതിന്റെ ഉത്തരം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം കൊണ്ട് മറുപടി കൽപ്പിക്കണം. എന്റെ രൂപം തുച്ഛീകരിക്കാൻ പാടില്ല, എന്റെ രൂപത്തെ കർത്താവ് അംഗീകരിക്കണം. സ്തോത്രം. ഈ ചിന്തയുടെ നിവർത്തീകരണത്തിന് വേണ്ടി പ്രധാനമായും 3 സമൂഹങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്നു. ദൈവം തുച്ഛീകരിച്ച 2-3 സമൂഹങ്ങളും അതിൻ്റെതായിരിക്കുന്ന ഗതികേടുകളും. ഒന്നാമത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം, അതിന്റെ 7-ാം അധ്യായത്തിന് 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ. പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലച്ചെഴിയുന്ന എല്ലാ ഇഴജാതിയുമായി ഭൂചരജടമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി. കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു. ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. മതി, സ്വതന്ത്രം പറഞ്ഞാണ് ശക്തിയോടെ. ദൈവം തുച്ഛീകരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ചിത്രം നമുക്ക് ഏവർക്കും അറിയാം. നോഹയുടെ കാലം. നോഹ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമല്ല, ഒരു മിത്തല്ല, കെട്ടുകഥയല്ല. നോഹ ചരിത്ര പുരുഷനാണ്. 3 പേര് സാക്ഷീകരിക്കും. ഒന്നാമത്തെ ആള് നമ്മുടെ കർത്താവായ യേശു. യേശു പറഞ്ഞു, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാടിനുണ്ടാകും. രണ്ടാമത്തെ ആള് പൗലോസാണ്. പൗലോസ് പറഞ്ഞു, വിശ്വാസത്താൽ നോഹ ഒരു പെട്ടകം ഉണ്ടാക്കി. പത്രോസ് പറഞ്ഞു, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ. അർത്ഥാൽ നോഹ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമല്ല, നോഹ ഒരു ചരിത്ര പുരുഷനായിരുന്നു. എന്താണ് ഇവിടുത്തെ സംഭവം? പാപം സഖ്യപർവ്വതം പോലെ വളർന്നൊരു കാലഘട്ടം. ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരിലേക്ക് ചെന്നിട്ട് സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ബോധിച്ച എവരെയും ഭാര്യമാരെ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം ആരംഭിക്കുന്നത്. ഇവിടെ ഒരു വലിയ സംവാദം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും ആശയക്കുഴപ്പത്തിലും ചോദ്യചിഹ്നത്തിലും ഒക്കെ നിലകൊള്ളുന്ന ഒരു ശക്തമായിരിക്കുന്ന വാദഗതിയാണ്. ഇവിടെ പറയുന്ന മനുഷ്യപുത്രന്മാരാരാണ്? ഇവിടെ പറയുന്ന ദൈവത്തിന്റെ പുത്രന്മാരാരാണ്? ഒരു വിഭാഗം പ്രഭാഷകരും വേദപണ്ഡിതന്മാരും ഒക്കെ ചിന്തിക്കുകയും ചിത്രീകരിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് ദൂതന്മാരും മനുഷ്യവേഷത്തിൽ വന്ന് സ്ത്രീകളെ വരിച്ച് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി അവരാണ് മല്ലന്മാരെന്നൊക്കെ ധരിക്കുന്നവരുണ്ട്. അപ്പൊ ഇവിടുത്തെ ദൈവത്തിന്റെ പുത്രന്മാരാരാണ്, മനുഷ്യന്റെ പുത്രന്മാരാരാണെന്ന് ഒരു ചിന്തയ്ക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. ആദമിനും ഹവ്വയ്ക്കും 2 ആൺപിള്ളേർ. ഒരാളുടെ പേര് കയീൻ, മറ്റൊരാളുടെ പേര് ഹാബേൽ.
ഈ രണ്ടുപേരും ഒരു കാലഘട്ടത്തിന്റെ ചിത്രമല്ല. നിങ്ങൾക്കറിയാമോ, നമ്മുടെ സഭായോഗത്തിലും നമ്മുടെ സഭയ്ക്കകത്തും കയ്യിൽ ഹാബേലും ഉണ്ട്. ഇപ്പൊ നോക്കരുത്, സഭായോഗം കഴിയുമ്പോഴറിയാം ഹാബേൽ ആരാണ്, കയ്യിനാർ. ഇപ്പൊ അതാ പിടികിട്ടില്ല. നമ്മുടെ യോഗത്തിനകത്തും ചുങ്കക്കാരനും പരീക്ഷണമുണ്ട്. ഇത് ആരാധനയ്ക്ക് പിടികിട്ടില്ല. ആരാധന കഴിയുമ്പോഴറിയാം ചുങ്കക്കാരൻ ആരാണ്, പരീക്ഷനാണ്. ഈ യോഗം കഴിയുമ്പോൾ ഇറങ്ങുമ്പോൾ അടുത്തിരിക്കുന്ന അയാളുടെ മുഖത്ത് നോക്കണം. അന്നാരെ മനസ്സിലാക്കിയത് കയ്യിനാണോ ഹാബേലാണോ. യോഗത്തിന് അനന്തരം വെളിപ്പെടുകയുള്ളൂ. അപ്പോൾ ആരാധന ദൈവപ്രസാദം പ്രാപിക്കാത്ത കയ്യിൽ ഹാബേലിനെ വധിച്ചു എന്ന് വായിക്കുന്നു. ആ കയ്യിൽ ദൈവസന്നിധി വിട്ട് ഓടിപ്പോയി നോദദേശത്തേക്ക് പാർത്തു, ഭാര്യയെ പരിഗ്രഹിച്ചു എന്നൊരാശയം പെന്തക്കോസ്തുകാരെ കേൾക്കാതെ പോകരുത്. ഇതിന്റെ വിവരത്തിൽ വിശ്വാസത്തിന് പോയവരും ഒരു കല്യാണത്തിന് കയ്യിൽ പോയവരാ. കയ്യിൽ ഇവിടുന്ന ഭാര്യ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ കൃപേനെ പോയി. കയ്യിൽ ഇവിടുന്ന് ഭാര്യയെ കിട്ടിയെന്ന് പറഞ്ഞ് പെന്തക്കോസ്ത് വിശ്വാസം ഉപേക്ഷിച്ചു പോയി. ഇവിടെ അറിയപ്പെടുന്ന പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ പൂർവ്വകാലത്തുള്ള ഒരു സംഭവം. വയോധികനായിരിക്കുന്ന ഒരു വേദപണ്ഡിതനായിരിക്കുന്ന അപ്പച്ചൻ പകലത്തെ ക്ലാസ് കഴിയുമ്പോൾ സന്ധ്യയ്ക്ക് അപ്പച്ചന് ശരീരമൊക്കെ തിരുമ്മി കൊടുക്കാനും വെള്ളമെടുത്ത് കൊടുക്കാനും സ്റ്റുഡൻസിനെ ഓരോ ദിവസം നിയോഗിക്കാറുണ്ട്. ഈ കയ്യിൽ കാലുമൊക്കെ ഇങ്ങനെ തിരുമ്മി കൊടുക്കുന്ന സമയത്താണ് ഇവർ ബൈബിളിന്റെ സംശയം ചോദിക്കുന്നത്. കാരണം ഈ തിരുമ്മി കിടക്കുമ്പോൾ കുഴപ്പമിട്ട് കഴിയുമ്പോൾ പിന്നെ അപ്പച്ചന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വിദ്വാൻ ഇങ്ങനെ അപ്പച്ചൻ ഇങ്ങനെ കാലൊക്കെ തിരുമ്മി കൊടുക്കുന്ന സമയത്ത് അപ്പച്ചൻ ചോദിച്ചു, അപ്പച്ച എനിക്കൊരു ചോദ്യമുണ്ട്. സിംഹകർജനത്തോട് അതുപോലെ അപ്പച്ചൻ ചോദിച്ചു, എന്താണ്? അപ്പച്ച മറ്റൊന്നുമല്ല, കയ്യിൽ എവിടെ നിന്നാണ് ഭാര്യ കിട്ടിയത്? പെട്ടെന്ന് അപ്പച്ചൻ ചോദിച്ചു, ക്ലോക്കിലോട്ട് നോക്കിയിട്ട് ഇപ്പൊ എത്രയായിട്ടാ സമയം? ഇവിടെ പറഞ്ഞു 12:30. ഈ 12:30 ആയ സമയത്ത് വല്ലവന്റെ ഭാര്യയുടെ കാര്യം നോക്കാതെ പേടിക്കണം ഉറങ്ങണമോ? നിങ്ങളതിനെ തിരിച്ചു തട്ടി. കയ്യിലെ ഭാര്യ ആരാന്ന് പറഞ്ഞ് പരിതകരമായിട്ട് അപ്പച്ചൻ സ്കിപ്പ് ചെയ്തപ്പോ ഇന്നത്തെ കാലത്ത് അത് പറഞ്ഞാലൊന്നും ആരും അംഗീകരിക്കുകയല്ല. ഈ പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ സഭ വിട്ട് പോയവരുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ തർക്കിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ കയ്യിലെവിടെ ഭാര്യ കിട്ടിയത് തെളിയിക്കാൻ എന്റെ ഉദ്ദേശമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഒത്തിരി അഭിപ്രായങ്ങൾ ഒത്തിരി പേര് പറയുന്നത് എന്റെ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായത്, ഈ കൈ നോദേശത്ത് എന്ന് പാർത്തു ഭാര്യ കല്യാണം കഴിച്ചത് ഒറ്റ ദിവസം നടന്ന സംഭവമല്ല. അവിടെയാണ് നമുക്ക് പറ്റിപ്പോയത്. എന്റെ വീട് ചെങ്ങന്നൂരാണെന്നറിയാം. ഞാനിപ്പോ 11 വർഷമായിട്ട് പാമ്പാടി താമസിക്കുക. ഞാൻ പാമ്പാടിയിൽ വന്നൊരു വീട് വളർന്ന് പറഞ്ഞാൽ ഇന്നൊരു നടന്ന സംഭവമല്ല. വർഷങ്ങൾ പോസിറ്റും പ്രാർത്ഥിച്ചും കരഞ്ഞും പൈസയൊക്കെ ഉണ്ടാക്കി നടന്നതാ. അപ്പൊ ദിവസങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നോദേശത്തെ ഒന്ന് പാർത്തതും ഭാര്യ പരിഗണിച്ചതും ഒറ്റ ദിവസം നടന്നതല്ല. ആ 2 വാക്യങ്ങളിടയ്ക്ക് വർഷങ്ങളുടെ ഇടവേളയുണ്ട്. യോജിക്കുന്നുണ്ട് സ്തോത്രം പറയാം. ഇല്ല, അതിനെ അതിന്റെ വഴിക്ക് വിട്ടു സ്തോത്രം. അപ്പൊ പിന്നെ ഉപദേശി കൈ ആരെ കെട്ടിയ കൈ കെട്ടിയത് ആദമിന്റെ മോളെ തന്നെയാ. അതെന്താ അങ്ങനെ? മോശയുടെ കാലത്താണ് ജഡരക്തങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കണമെന്നുള്ള പ്രമാണം ഉണ്ടായത്. അന്ന് വരെ ദൈവം വെച്ച വ്യവസ്ഥ ആദമിന്റെ സന്താന പരമ്പരകൾ തമ്മിൽ വിവാഹം കഴിക്കണം. സ്വത്രം. അതാണ് ദൈവം വെച്ച വ്യവസ്ഥ. അതിൽ തെറ്റൊന്നുമില്ല. അതാണ് പൗലോസ് വിളിച്ചു പറഞ്ഞത്, ഭൂമിയിലൊക്കെ കുടിയിരിപ്പാൻ അവൻ ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. മനസ്സിലാവണ്ടോ? ഇതിന്റെ പേരിൽ വിശ്വാസത്തിൽ വിട്ടു വരേണ്ട കാര്യമില്ല. ഇതൊന്നും നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന വിഷയമേ അല്ല. സ്വന്തം. അപ്പോൾ ശ്രദ്ധിക്കണം, അന്ന് മുതൽ 2 സമൂഹങ്ങൾ ഇവിടെ വളർന്നു വരുന്നു. ഒന്ന് കയീന്റെ വംശപാരമ്പര്യം, 2 ശേത്തിന്റെ വംശപാരമ്പര്യം. ആദമിന് പിന്നെയും മകനുണ്ടായി. ആ മകന്റെ പേര് ശേത്ത് എന്നാണ്. ആ ശേത്തിന്റെ വംശപാരമ്പര്യത്തിന്റെ പേരാണ് ദൈവത്തിന്റെ പുത്രന്മാര്. കയീന്റെ വംശപാരമ്പര്യത്തിന്റെ പേരാണ് മനുഷ്യന്റെ പുത്രന്മാര്. ഇനി എന്റെ ചോദ്യം, ദൂതന്മാര് മനുഷ്യവേഷം ധരിച്ച് ഇങ്ങോട്ട് വന്ന സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തി കുഞ്ഞുങ്ങളുണ്ടായതിന്റെ പേരിൽ ഈ മനുഷ്യനെ മൊത്തം നശിപ്പിക്കാൻ ഇത്ര നീതിയില്ലാത്തവനാണോ നമ്മുടെ ദൈവം? ആണോ? പറഞ്ഞാട്ടെ, ആണോ? ഒരു പെൺകുട്ടി ഒരുത്തൻ കയറി കടന്നു പിടിച്ചു. അവിടെ കയ്യിലിരുന്ന പഠിക്കശ്രമിച്ചവരുടെ തലക്കടിച്ചു കൊന്നു. കേസില്ല. സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്ത നിങ്ങൾ ശ്രദ്ധിക്കണം. ദൂതന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് വന്ന സ്ത്രീകളുമായിട്ട് മനുഷ്യനുമായിട്ട് താപം ചെയ്തതിന്റെ പേരിൽ മനുഷ്യനെ മുത്തങ്ങളെ വെള്ളം കുടിപ്പിച്ച് കൊല്ലണ്ട നീതി കെട്ടൊരു ദൈവത്തെ അല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായ ഈ തെറ്റായ ബന്ധമാണ് ഒരു വലിയ പാപത്തിലേക്ക് പോയത്. ആ പാപം വളരെ വ്യാപിച്ചുകൊണ്ട് ജനം ഒരു വികൃതമായ രൂപത്തിലേക്ക് പോയി. എന്തൊക്കെയാ സംഭവിച്ചത്? 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ജനത്തിന്റെ ദുഷ്ടത വർദ്ധിച്ചു.
ദുഷ്ടത വർദ്ധിച്ചു. നിങ്ങൾ നോക്കിയേ, ദുഷ്ടതയല്ലെന്ന് പഠിപ്പിക്കുന്ന കാലം, പാപത്തെ ന്യായീകരിക്കുന്ന ന്യായീകരണം തൊഴിലാളികളുള്ള കാലം, ഏത് പാപം ചെയ്തവനും ഹാരമിട്ട് സ്വീകരിക്കാൻ സന്നദ്ധരായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മതത്തിന്റെ അനുചരന്മാരും സാംസ്കാരിക ലോകമുള്ള കാലത്തിൽ ബൈബിളിന്റെ തുറന്ന പ്രഖ്യാപനം, പാപിക്ക് ദൈവം പാപി എന്ന ചാപ്പയാണ് കുത്തുന്നത്. അവൻ എത്ര വിശുദ്ധിയുടെ പരിവേഷം കൊടുത്താലും ദുഷ്ടത തന്നെയാണ്. സ്വന്തം കൊലക്കേസിൽ പ്രതിയായവനെ ജാമ്യത്തിലിറങ്ങിയപ്പോൾ മാലയിട്ട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ മറന്നിട്ടില്ല. മറ്റുള്ളവനെ തൊടിച്ചു കൊന്നവരെയും വെട്ടിക്കൊന്നവരെയും വിശുദ്ധിയുടെ പരിവേഷം കൊടുത്തുയർത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങൾ വെച്ചുനിൽക്കുമ്പോൾ പാപത്തെ പാപമല്ലാതെ പരിഗണിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം അറിയണം. നിന്റെ രൂപം തുച്ഛീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിൽ ഇന്നത്തെ തലമുറ പറയുന്ന വാക്കുകൾ എന്താണ്? നമുക്കെല്ലാം സ്വതന്ത്രമായിരിക്കുന്ന ഇച്ഛാശക്തിയുണ്ട്. എന്റെ ശരീരം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സമാചാര മൂല്യങ്ങൾ കാറ്റിപ്പറത്തുന്നു, അധാർമികതയുടെ കൂത്തരങ്ങായി മാറുന്നു. അശുദ്ധിയുടെ ഏതറ്റം വരെ സഞ്ചരിക്കാൻ ഒരു പേടിയുമില്ലാത്തൊരു തലമുറ വളർന്നു വരുമ്പോൾ, സുഹൃത്തെ, സഹോദര, സഹോദരി, ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് ചോദിക്കുന്നു, പാപത്തെ മരീവസത്തിന്റെ വെള്ളം ആവോളം ആസ്വദിക്കുന്ന നിന്റെ രൂപം തുച്ഛീകരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. ഒരു വർഷത്തിൽ നിരവധി പ്രാവശ്യം ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. ചില രാത്രികൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പല ട്രെയിനിന്റെയും സീറ്റിൽ പരിശോധിച്ചാൽ മണിയറയാക്കി മാറ്റി പോവുക. കോട്ടയത്തുന്ന അപ്പനും അമ്മയും മകളെ പഠിപ്പിക്കാൻ ബാംഗ്ലൂർ വിടുമ്പോൾ അങ്ങോട്ട് മാറി ഏറ്റുമാനൂരിൽ മുളന്തുരുത്തിന്ന് എറണാകുളത്തുനിന്നോ ബോയ് ഫ്രണ്ട് കയറും, രണ്ടുപേർക്കും ഒറ്റ സീറ്റ്. പുകച്ചുമൂടിക്കിടന്ന അവിശ്വാസങ്ങളും അവയെ അനാശാസ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവിടുന്ന് യാത്ര ചെയ്യുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള സകലത്തിലും ഇതിന്റെ കഴിയുമ്പോൾ രാവിലെ നേരം വെളുക്കുമ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തോടെ മുഖം തുടച്ചു പോകുന്ന നമ്മുടെ യുവമിതരങ്ങൾ അശുദ്ധിക്കും വിശുദ്ധിയില്ലായ്മയ്ക്കും അധാർമികതയ്ക്കും വിശുദ്ധിയുടെ പരിവേഷം കൽപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് പറയുന്നു, പാപത്തിൽ സുഖിക്കുന്ന സ്നേഹിത, പാപത്തിൽ സുഖിക്കുന്ന സഹോദരി, നിന്റെ രൂപം അവഗണിക്കപ്പെടാൻ സാധ്യതയുള്ളത്. പാപം തരുന്ന സുഖം താൽക്കാലികമാണ്. പാപം തരുന്ന സുഖം നിന്നെ കൊണ്ടെത്തിക്കുന്ന വലിയൊരു നാശത്തിലേക്കാണ്. സ്വത്രം. പണ്ടൊരു വെള്ളപ്പൊക്ക സമയത്ത് ഒരാറ്റിൽ കൂടെ ഒരു പോത്ത് ചത്തൊഴുകി വരികയാണ്. ഇരുതിയിടലിൽ തേടി നടക്കുന്ന ഒരു കഴുകൻ ഈ മരിച്ച ദിവസങ്ങൾ കഴിഞ്ഞ ഈ പോത്തിന്റെ ജീർണിയ ശരീരം ദൂരവേ കണ്ടു. കുങ്കാര ശബ്ദത്തോട് അവന്റെ ചിറകൾ താഴ്ത്തിപ്പറത്തി വന്ന് വെരുട്ടമായിരിക്കുന്ന കാൽപാദങ്ങൾ ആ മൃതശരീരത്തിലൊക്കെ തൂതിക്കൊണ്ട് അവൻ അതിന്റെ മാംസം ആവോളം ആസ്വദിച്ചു. ഹായ്, കൊള്ളാം, നല്ല ടേസ്റ്റ്. അത് മനസ്സതിൽ അവൻ കഴിച്ചു. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വളഞ്ഞൊഴുകുന്ന നദി ദീർഘദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. ഈ പോത്തുകടലിലൂടെ പോയി അറിവില്ല, ഭക്ഷിച്ചവന്റെ ശരീരം ബലവത്തായി ദൃഢമായി ബുദ്ധി പ്രാപിച്ചു. മിനിറ്റുകൾ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ കടലിൽ ഒരു കാഴ്ച കണ്ടു. മുൻപിൽ അതാ ഒരു ചുഴി പ്രത്യക്ഷപ്പെട്ടു. ചുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ജീർണിച്ച ശരീരത്തിൽ നിന്ന് തന്റെ കാൽപാദങ്ങൾ വലിച്ചു മറിക്കാൻ ശ്രമിക്കുമ്പോൾ കാലുകൾ പറഞ്ഞു പോരുന്നില്ല. കാലുകൾ അതിനകത്ത് ഉടക്കിപ്പോയി. ശരീരം വലിച്ചു മുടഞ്ഞു. ശരീരം അനങ്ങുന്നില്ല. ആ കഥയ്ക്കകത്ത് അവസാനം എഴുതിയത് ആ പോത്തും കഴുകനും കൂടെ ആ ചുഴിക്കകത്ത് അസ്തമിച്ചെന്ന മനസ്സിലാക്കിക്കൊള്ളണം. പലതിന്റെയും മുൻപിൽ ധാർമ്മിക അടിയറ വെക്കുമ്പോൾ, ചാരിത്രിക ശുദ്ധി അടിയറ വെക്കുമ്പോൾ, വിട്ടുപോരാൻ പറ്റാത്ത നിലയിൽ നീ കുടുങ്ങി പോകുന്നതിന് മുൻപ് ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നോട് പ്രവചിക്കുന്നു. തെറ്റായ ചില ബന്ധങ്ങൾ തകർത്തുനിന്ന് ഇന്ന് രാത്രി പുറത്തു വരിക. നിന്റെ രൂപം നശിക്കേണ്ടതല്ല. സ്വത്രം. കഷ്ടപ്പെട്ട് വളർത്തിയൊരു അപ്പനം വേണ്ടതെങ്കിലും മറക്കരുത്. ജനിച്ചു വലിഞ്ഞിറങ്ങി നടങ്ങിയ കാലം മുതൽ അരിയിൽ കെട്ടിയ പാമ്പേഴ്സ് തുടങ്ങി PSCക്ക് പഠിക്കാൻ വിട്ട പൈസ വരെ കണക്ക് കൂട്ടിയാൽ ഒരാഴ്ച മുഴുവൻ നീ ജോലി ചെയ്ത കടപ്പാട് മാറുകയല്ല. ഇന്നലെ ചിരിച്ചു കാണിച്ചു കൊണ്ടുവന്ന ഒരു ഐസ്ക്രീമും ബീച്ചിലോ പാർക്കിലോ മൊബൈൽ മാമൻ ബൈക്കിന്റെ പുറകിലെത്തി കൊണ്ടുപോയി സംരംഭിച്ച ആ ഒരൊറ്റ ഊഷ്മളമായ ബന്ധത്തെ മുഖവിലക്കെടുത്ത് സ്വന്തം അപ്പനോടും അമ്മയോടുമുള്ള നീതിയും കടപ്പാടും മറന്ന് നീ കാണിക്കുന്ന സകല അടിഞ്ഞാട്ടങ്ങളും നിന്റെ രൂപത്തെ അവഗണിക്കാൻ സാധ്യതയുണ്ടെന്ന് ആത്മാവിന്റെ രാത്രി പ്രവചിക്കുമ്പോൾ ഒരു നൂറ്റാണ്ടിൽ നടന്ന സംഭവത്തിന്റെ പുനരാവിഷ്കരണം ഇന്ന് രാത്രിയിലും ഞാനിവിടെ ചിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നതിന്റെ കാര്യമല്ല.
ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും രൂപം അവഗണിക്കപ്പെടാൻ പാടില്ല. പാപത്തെ പാപമല്ലാതെ കാണുന്ന ഒരു തലമുറ. സ്വപ്നം അടുത്ത് നമ്മൾ വായിക്കുന്ന 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമാണ്. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വയലൻസ് എന്നാണ്, അക്രമം. നോക്ക്, സ്വന്തം സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ ബായികൾ ഉൾപ്പെടെ മാരകായുധങ്ങൾ, കൊല്ലാൻ പഠിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ആയുധമെടുക്കാൻ പഠിപ്പിക്കുന്ന മതനേതാക്കന്മാർ. പക്ഷെ പെന്തക്കോസ്തുകാരെ നമുക്കൊരു സന്തോഷമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ ആക്രമണകാരികളാക്കുന്നില്ല, ബോംബെറിയാൻ പഠിപ്പിക്കുന്നില്ല. അവരെന്റെ പത്രണ്ടയ്ക്ക് കത്തികുത്തി കയറ്റാനെന്ന് പഠിക്കുന്നത്. അവരടിച്ചാലും ഒഴുകൂടെ അടിച്ചടിച്ചാലും മറ്റച്ചകള് കാണിക്കാൻ പഠിപ്പിച്ച ഉലകത്തിലെ ഒറ്റ ഗുരു അവനാണ് ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന എന്റെ നസ്രയനായ യേശു. ഇവിടുത്തെ ആക്രമണങ്ങൾ അടിച്ചുവിടുന്ന രാഷ്ട്രീയ പാർട്ടികളോടും കലാലയ രാഷ്ട്രീയത്തോടും മതത്തിന്റെ നേതൃത്വങ്ങളോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും സകല ഗുണ്ടാ സംഘങ്ങളോടും ബൈബിളിന്റെ തുറന്ന പ്രഖ്യാപനം ഇതാണ്: വാളുറയിലിടുക. ഇങ്ങനെ കാലഘട്ടത്തോട് പ്രഖ്യാപിച്ച ഒറ്റ നേതാവ് അതിന്റെ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവാണ്. വാടെടുത്തുകൊണ്ടൊരു സാമ്രാജ്യം സ്ഥാപിച്ചവനല്ല, സ്നേഹമെന്ന വാടുകൊണ്ടൊരു സാമ്രാജ്യം പടുത്തുയർത്തിയ ഉലക ചരിത്രം കണ്ട ഒറ്റ നേതാവ് അവനാണ് ഇന്ന് രാത്രിയിലും അഭിമാനത്തോടെ ഞങ്ങൾ ഉയർത്തുന്ന നസ്രയനായ യേശു ക്രിസ്തു. കേട്ടോണം, കൊടുക്കാൻ കഴിയാത്ത ജീവനെ എടുക്കാൻ ആർക്കും അവകാശമില്ല. സ്വത്രം ഭാര്യയെ മടകൊണ്ട് അടിക്കുന്നു, ചെലവയ്ക്കടിച്ച് തലകൊത്തിക്കുന്നു, കഴുത്തറുത്തു കൊല്ലുന്നു, ഭർത്താവിനെ കൊട്ടേഷൻ കൊടുക്കുന്നു, നൊന്തു പ്രസവിച്ച പിഞ്ചോമലകളെ കാമകന്മാർക്ക് വേണ്ടി നിലത്തടിച്ചു കൊല്ലുന്നു, വാഷിംഗ് മെഷീനകത്തിട്ട് അവസാനിപ്പിക്കുന്നു. ആക്രമണങ്ങളുടെ പരമ്പരയായി നാട് മാറുമ്പോൾ കൃത്രിമമായ രക്തസാക്ഷികളെ പടുത്തുയർത്താൻ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ കൂടെയുള്ളവരെ പോലും അവൻ നിഷ്കരുണം വെട്ടിക്കൊല്ലുമ്പോൾ അക്രമം വർദ്ധിക്കുന്നു. സുഹൃത്തെ, വടിവാടുകൾ ചുടച്ചു നടക്കുന്ന, മാരകായുധങ്ങൾ മടിത്തട്ടി കൊണ്ട് നടക്കുന്ന നിന്റെ രൂപം അവഗണിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ബൈബിൾ പറയുമ്പോൾ സ്നേഹത്തോടെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു: ആ കൊടുക്കാൻ കഴിയാത്ത ജീവനെ, എടുക്കുവാൻ പറ്റാത്ത നീ ഇന്ന് രാത്രി വടിവാടുകൾ താഴെയിടണം. ആക്രമണകാരികൾക്ക് കാലഘട്ടം കാഴ്ചവെച്ചത് എന്താണെന്ന് നമുക്കറിയാം. കൊല്ലത്ത് നടന്ന കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവിന്റെ മരണം, മറ്റൊരുത്തരെ കൊന്നതിന്റെ കുടിപ്പക, പോലീസ് സ്റ്റേഷനിൽ പോയി സൈൻ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ എത്ര വെട്ടുവെട്ടിയെന്ന് പോലും അറിയാൻ കഴിയാതെ പാതി വഴി വെട്ടി കൊലപ്പെടുത്തി. ഇതാണ് കൊട്ടേഷൻ സംഘത്തിന് കിട്ടുന്ന ഭാവി. ഇനി ലോകത്തിന് അവസാനിക്കുമെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നീ വരുമ്പോൾ ഒരു കാര്യം എഴുതി വെച്ചോണം: അവിടെ നിന്റെ രൂപം തുച്ഛീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആക്രമണങ്ങളിൽ ആറാടുന്ന ലോകം. അടുത്തത് യേശു പറഞ്ഞു, നോഹയുടെ കാലഘട്ടം പോലെ മനുഷ്യപുത്രൻ നാളുകൾ ഉണ്ടാകും. എന്താ കാര്യം? വിവാഹത്തിന് കൊടുത്തും മേടിച്ചും തിന്നും കുടിച്ചും പോന്നു, വെള്ളം വന്നത് അറിഞ്ഞില്ല. ഭൗതികതയിൽ ആറാടി ഒരു സമൂഹത്തിന്റെ രൂപത്തെ ദൈവം തുച്ഛീകരിച്ചു. മനസ്സിലാക്കണം, മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവിവർഗം കേവലം ഒരു ജൈവരാസ പിണ്ഡമല്ല, അതിനപ്പുറത്ത് ചില ആധ്യാത്മിക സവിശേഷതകൾ മനുഷ്യവർഗത്തിനുണ്ട്. ഇവിടെ ചിലർ പഠിപ്പിക്കുന്നത് മനുഷ്യൻ കേവലം ഭൗതികനാണ്, മണ്ണിലുള്ളത് തിന്ന് മണ്ണിലേക്ക് മടങ്ങേണ്ട ജൈവരാസ പിണ്ഡമെന്ന് മനുഷ്യനെ കൊണ്ട് തളച്ചിടുമ്പോൾ ബൈബിൾ വിളിച്ചു പറയുന്നു: മനുഷ്യൻ കേവലം ഭൗതികനല്ല, അവനൊരു ആധ്യാത്മിക ജീവിയാണ്. അതാണ് ബൈബിൾ പറഞ്ഞത്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതുള്ള വിശപ്പ്. തീർന്നില്ല. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിലൂടെ വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. മനസ്സിലാക്കണം, അപ്പം കൊണ്ട് ശമിക്കാത്ത വിശപ്പും വെള്ളം കൊണ്ട് ശമിക്കാത്ത ദാഹവുമുള്ള പ്രപഞ്ചത്തിലെ ഏക വർഗം അത് ഞാനും നിങ്ങളും ആകുമ്പോൾ അഭിമാനത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു: നമ്മളൊരു ആധ്യാത്മിക ജീവിയാണ്. നോസ്റ്റികതയും എപ്പിക്യൂരിയൻസും പഠിപ്പിച്ചു, തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ, അതിനപ്പുറത്തൊരു പ്രതീക്ഷയില്ല. കേരളത്തിലെ ലക്ഷക്കണക്കിന് തട്ടുകടയാണ് പ്രവർത്തിക്കുന്നത്. വീട്ടിനകത്ത് എത്ര കഴിച്ചാലും തട്ടുകട വരുമ്പോൾ ഉണ്ടാകുന്ന മണം നമ്മളെ ആകർഷിച്ച് കാന്തികമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. തെറ്റൊന്നുമല്ല. പക്ഷെ തിരിച്ചറിയണം, തിന്നും കുടിച്ചും
ഭൗതികതയ്ക്കകത്ത് ഊന്നിപ്പോയി ഇതിനപ്പുറമൊന്നും ഇല്ലെന്ന് ധരിക്കുന്നവരെ അറിഞ്ഞോണം, ഒരു ന്യായവിധിയുടെ കഠോര നിമിഷങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. ഈ മനുഷ്യൻ കേവലം ഭൗതികനല്ല, അവൻ ആത്മീയതയ്ക്ക് വേണ്ടിയുള്ളത് കരുതണം. എന്താണ് അവൻ ആത്മീയതയ്ക്ക് വേണ്ടിയുള്ളത്? അവനൊരു ആത്മീയ ജീവിയാണെങ്കിൽ അവന് കുറെ ആത്മീയ ഭക്ഷണം വേണം. എന്താണ് ആത്മീയ ഭക്ഷണം? ഒന്നാമത്തെ ആത്മീയ ഭക്ഷണം ദൈവത്തിന്റെ വചനമാണ്. രണ്ടാമത്തെ ആത്മീയ പാനീയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വചനം അനുശ്വസിക്കുന്ന പ്രമാണത്തിൽ അധിഷ്ഠിതമായി രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ജീവിതം കഴിക്കുന്ന നമുക്കറിയാം, ആറടി മണ്ണ് കൊണ്ട് നീറിയടങ്ങുന്ന ജീവിതമല്ല. ഇതിനപ്പുറം നമ്മുടെ രൂപത്തിന് മറ്റൊരു മഹത്വം വെളിപ്പെടാൻ പോകുന്നു. അത് വരാതിരിക്കേണ്ടതിന്, ആ ഗതികെട്ട രൂപമായി മാറാതിരിക്കേണ്ടതിന്, നമ്മുടെ രൂപം തള്ളപ്പെടാതിരിക്കേണ്ടതിന് നാം എന്തു ചെയ്യണം? പാപത്തോട് ഇന്ന് രാത്രി വിട പറയണം. അതിക്രമങ്ങളോടും അക്രമങ്ങളോടും ഭൗതികത മാത്രമല്ല, യഥാർത്ഥമായിരിക്കുന്ന ആത്മീയത ഉണ്ടെന്ന് പഠിക്കണം. രാത്രി ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥമായിരിക്കുന്ന ആത്മീയത അന്വേഷിക്കുന്ന അന്വേഷിയാണോ താങ്കൾ? നാടുകളായി കള്ളപടങ്ങൾക്ക് പര്യാപ്തമായിരിക്കുന്ന ഒരു കാലമുണ്ട്. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു. മലകളും പുഴകളും താഴ്വരകളും കടന്നുകളും ഞാൻ പോയി. അവസാനം എത്തിച്ചേർന്നത് അവിടെയുമില്ല ഈശ്വരൻ, ഇവിടെയുമില്ല ഈശ്വരൻ. ദൈവാന്വേഷണത്തിന്റെ ശക്തമായിരിക്കുന്ന ഒരു പാട്ടാണ്. യഥാർത്ഥമായിരിക്കുന്ന ആത്മീയത നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ, യഥാർത്ഥമായിരിക്കുന്ന ആത്മീയത സമ്മാനിക്കുന്ന ഉലകത്തിലെ ഏക ഗ്രന്ഥം അത് വിശുദ്ധ ബൈബിളാണ്. സ്തോത്രം. മനുഷ്യൻ കേവലം ഭൗതികനല്ലെന്നും മരണം കൊണ്ടടങ്ങാത്തൊരു ജീവിതം അവനുണ്ടെന്നും പഠിപ്പിച്ച് അവനെ അവിടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഉലക ചരിത്രത്തിൽ ശക്തമായ കരുത്തുറ്റ യുക്തിക്ക് നിരക്കുന്ന മനസാക്ഷിക്കും മനസ്സിലാകുന്ന ഒരാധ്യാത്മിക കാലഘട്ടത്തോട് വിളംബരം ചെയ്ത ഏക ഗ്രന്ഥം അത് വിശുദ്ധ വേദ പുസ്തകമാണ്. അതുകൊണ്ട് അതിന്റെ പാരായണത്തിലേക്ക്, അതിന്റെ വിശ്വാസത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു, ഒന്നാമത് ചിന്തയ്ക്ക് ദർശനികളെയാണ്, നിന്റെ രൂപത്തെ കർത്താവ് തള്ളിക്കളയില്ല. വെള്ളം വരുന്നു, വെള്ളം വരുന്നു, മഴ വരുന്നു, മഴ വരുന്നു പൊട്ടനെ പോലെ പ്രസംഗിച്ചു. തലയുടെ സ്ക്രൂ വടിഞ്ഞതാണെന്നും നട്ടും പിരിയെല്ലാം പോയതാണെന്നും പ്രാന്തൽ നമുക്ക് കാലം വിധിയെഴുതി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, 8 പേരുടെ രൂപത്തെ ദൈവം അംഗീകരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ രൂപത്തെ കർത്താവ് തുച്ഛീകരിച്ചെങ്കിൽ മണറുകാട് ഇന്ന് രാത്രി കേട്ടോണം, ഈശ്വരന്റെ പ്രവചന ദൂത് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലുമുണ്ടാകും. അതുകൊണ്ട് ഇന്ന് രാത്രി ദുഷ്ടത ദുഷ്ടതയാണെന്നും അക്രമമാണെന്നും ഭൗതികതയല്ല ജീവിതമെന്നും പഠിച്ച് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ ഞാൻ ഉറപ്പു തരാം, നിന്റെ രൂപത്തെ കർത്താവ് ഇന്ന് രാത്രി അംഗീകരിക്കും. രണ്ടാമത്, ആരുടെ രൂപത്തെയാണ് കർത്താവ് തുച്ഛീകരിച്ചത്? ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. വേഗത്തിൽ വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചു. അടുത്ത പ്രയോഗം, അവരിൽ മിക്കവരെയും മരുഭൂമിയിൽ ദൈവം എന്ത് ചെയ്തു? തള്ളിയിട്ട് കളഞ്ഞു. ആ പരാമർശം കണ്ടോ? കൈക്ക് പിടിച്ച് ആക്കിയവൻ മരുഭൂമി അവൻ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. സ്വതന്ത്രം പറയണം. സ്വതന്ത്രം. ഇത് പുതിയ നിയമത്തിൽ പൗലോസ് കൊണ്ട് എഴുതിയതിനൊരു കാര്യവും ഒരു കാരണവും ഒരു വീക്ഷണവും അത് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഇത് അവർക്ക് സംഭവിച്ചത് ബുദ്ധി ഉപദേശത്തിനായി നമുക്ക് എഴുതിയിരിക്കുകയാണ്. എന്തിന്? അവർക്ക് പറ്റിയതുപോലെ, അവരുടെ രൂപം തുച്ഛീകരിക്കപ്പെട്ടതുപോലെ യേശുവിന്റെ ശബ്ദം കേട്ട് സ്വർഗീയ കനാലിലേക്ക് യാത്ര ചെയ്യുന്ന നമ്മുടെ രൂപം തുച്ഛീകരിക്കപ്പെടരുത്. ഇവർക്കെന്താ പറ്റി? മോശം പ്രമാണം പ്രാപിക്കാൻ പോയപ്പോ ഒരു അഹരോനോട് എന്ന് പറഞ്ഞു, മോശ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, SMS ഇല്ല, മിസ് കോളും ഇല്ല, ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ഇനി സ്വർഗത്തിൽ അവിടെ ചെന്ന് കാലം ചെയ്തായി. അതുകൊണ്ട് ഞങ്ങളുടെ മുൻപിൽ നടക്കാൻ ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരാം. സത്യത്തിൽ എൻ്റെ ഒരു ചോദ്യം, ഒരു നേതാവ് പോയാൽ നേതാവിനെ ചോദിക്കേണ്ടത് പോലെ ഇവര് ദൈവത്തെ ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇവര് എവിടൊക്കെയോ ആഗ്രഹിച്ചിരുന്നു, മോശ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ ഞങ്ങൾക്ക് ഈ കാള എങ്ങനെ ഉണ്ടാകാം. പണ്ടേ ഒരു ചരിത്രമല്ല, ഒരു വീട്ടിൽ ഒരു കട്ടില് എപ്പോ നോക്കിയാലും ആ വീട്ടിൽ അപ്പൻ അതിനകത്ത് കയറി അങ്ങ് കിടക്കും. പിള്ളാരി എന്നാ പുള്ളി കാലോട് തോടിച്ചോടി
അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഏതോ ഒരു കേസിലെ പ്രതിയായപ്പോൾ പോലീസുകാർ വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ഈ പിള്ളേരെല്ലാം ഒച്ചത്തിലുള്ളൊരു വാക്ക് പറഞ്ഞു, നമ്മുടെ അപ്പനെ പോലീസ് പിടിച്ചോണ്ട് പോയടാ, ഇന്ന് നമുക്ക് കട്ടിൽ കിടക്കാവും. അപ്പൊ ഇവരുടെ ആഗ്രഹമായിരുന്നു അപ്പൻ എങ്ങനെ ഈ കട്ടിൽ കിട്ടുമെന്ന് പോണം എന്ന് പറയുന്ന പോലെ മോശ കാലം ചെയ്യുന്നത് കാത്തിരുന്ന ജനത്തിന്റെ പ്രതീക്ഷയ്ക്ക് പൂവണിഞ്ഞുകൊണ്ട് മോശ വരാതിരുന്നപ്പോൾ അഹരോനോട് പറഞ്ഞു, ഞങ്ങളുടെ മുൻപിൽ എന്ത് ചെയ്യണം, ഒരു കാളക്കുട്ടി ഉണ്ടാക്കി തരണം, അതിന് വിശേഷതമായിരിക്കണം, ഞങ്ങളുടെ മുൻപിൽ നടക്കണം. എന്നെ നിരീക്ഷണം, അഹരോൻ ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് തൊടിച്ചു നോക്കി, വാരെ പിടിച്ച് വലിച്ചു നോക്കി, എറിഞ്ഞു നോക്കിയിട്ടൊന്നും ഈ കാളക്കുട്ടി എന്ത് ചെയ്തില്ല, നടക്കുന്നില്ല. അഹരോൻ പറഞ്ഞു, നടക്കുമെന്ന് തോന്നുന്നില്ല, നമുക്കിതിനെ അങ്ങ് എടുക്കാം. അന്ന് മുതൽ എടുപ്പ് തുടങ്ങിയത്. സ്വപ്നമില്ല. നമ്മുടെ സന്തോഷം നമ്മുടെ ദൈവത്തിൽ നമ്മൾ എടുക്കുകയല്ല, അവൻ നമ്മളെ വഹിക്കുന്നവനാണ്. അതനുഗ്രഹിക്കപ്പെട്ടൊരു പ്രവചനദൂതാണ്. നിങ്ങളുടെ അമ്മയുടെ ഉദരം മുതൽ ഞാൻ നിങ്ങളെ വഹിച്ചവനാണ്. അവിടെ കൊണ്ട് തീരുകയല്ല, നിങ്ങളുടെ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കുന്നവനാണ്. കൈപിടിച്ചവരും കൂടെ നടന്നവരുമെല്ലാം ജീവിതത്തിൽ തകർച്ചയുടെ മുന്നിൽ കൈവിടപ്പെടുമ്പോൾ ഇതിനകത്ത് യേശു നിനക്ക് തരുന്ന പ്രോമിസ്, ആരൊക്കെ കൈവിട്ടാലും നിന്നെ ചുമക്കാമെന്നൊരു ഉറപ്പാണ് സ്വർഗ്ഗമെന്ന് രാത്രി നിനക്ക് തരുന്നത്. നരയ്ക്കുവോളം നമ്മെ ചുമക്കുന്നവനായ നമ്മുടെ ദൈവം. നിങ്ങൾക്കറിയാം, ആരാധനയ്ക്ക് ശേഷം 3000 എണ്ണ മരുമോയ്ക്ക് വളമായി മാറിയത്. പിന്നീട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇറച്ചി വേണം. ഇറച്ചി തിന്നുകൊണ്ടിരിക്കുമ്പോൾ കുറെ 10-25,000 എണ്ണം തട്ടിപ്പോയി. അടുത്ത ഒരു ദിവസം അവിടെ സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായപ്പോൾ അവിടെ പാമ്പ് വന്നു. പാമ്പ് ഒത്തിരി എണ്ണത്തിൽ കൊന്നുകളഞ്ഞു. ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ പട്ടുപോയി. അതോടൊപ്പം തന്നെ സ്വത്രം പരസംഗം ചെയ്തു. സ്വത്രവൻ ബാൽപെയോരിനോട് ചേർന്നു. അന്ന് കുറെ പേര് പട്ടുപോയി. ലക്ഷക്കണക്കിന് ആൾക്കാർ മരുഭൂമിക്ക് വളമായി മാറിയപ്പോൾ പൗലോസ് കോറിയിട്ടു. അവരിൽ മിക്ക പേരിലും ദൈവം എന്ത് ചെയ്തില്ല, പ്രസാദിച്ചില്ല. സഭ തിരിച്ചറിയണം, നമ്മളെപ്പോലെ അവരും സ്നാനപ്പെട്ടവരാണ്. എവിടെ? ചെങ്കടല് കടന്നത് സ്നാനത്തിന്റെ മുൻകുറി മാത്രമല്ല, നമ്മളെപ്പോലെ ആത്മീയ ഭക്ഷണം കഴിച്ചു, നമ്മളെപ്പോലെ ആത്മീയ ആഹാരം കഴിച്ചു, നമ്മളെപ്പോലെ ആത്മീയ പാനീയം കുടിച്ചു. ഇത്ര ആനുകൂല്യം പിടിച്ചു പറ്റിയവൻ കാനാൻ ദേശത്തിന്റെ പണി കണ്ടില്ല. അവരുടെ രൂപത്തെ തുച്ഛീകരിച്ചെങ്കിൽ ദൈവസഭ ഭയപ്പെട്ടോണം. പ്രാർത്ഥിച്ചു വീട് കിട്ടിയതിന്റെ പേരിലും കാറ് കിട്ടിയതിന്റെ പേരിലും കൊച്ചു വിദേശത്ത് പോയതിന്റെ പേരിലും സ്വർഗം നിനക്ക് കിട്ടത്തില്ലെന്ന് നമ്മൾ വിശ്വസിച്ചല്ല. ദൈവം കാറ് തന്നപ്പോ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ കൊച്ചിനൊരു വഴി തുറന്നപ്പോ അത് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുള്ള പാസ്പോർട്ടാണെന്നോ? ഇവിടെ നമ്മളെ ലൈവായിട്ട് ഭക്ഷണം കഴിച്ചവൻ, തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കുടിച്ചവൻ. എന്താ പ്രത്യേകത? ഹുങ്കാര ശബ്ദത്തോട് നിൽക്കുന്ന പാറ. മറ്റൊരു പാറക്കഷ്ണം എടുത്തവൻ തീപ്പൊരികൾ തെറിക്കുന്ന പാറക്കകത്ത് വെള്ളം. സ്വന്തം ലൈവായിട്ട് ഭക്ഷണം. ഇതെല്ലാം കഴിച്ചവർ പ്രസാദിച്ചില്ലെങ്കിൽ കാറ് കിട്ടിയതിന്റെയും വീട് കിട്ടിയതിന്റെയും ഉദ്ദിഷ്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിന്റെയും പേരിലും സ്വർഗം കിട്ടുമെന്നുള്ള നമ്മുടെ തെറ്റായ ദൈവശാസ്ത്രം ഇന്ന് രാത്രി പൊടിയണം. സ്വർഗപ്രാപ്തി പ്രാപിക്കണമെങ്കിൽ, രൂപം അവഗണിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മിൽ ദൈവപ്രസാദം വെളിപ്പെടണം. അനർഗളമായി പുറപ്പെടുന്ന എന്റെ വായിലെ വാക്ക് കണ്ട് കൈയടിക്കുന്നവനല്ല എന്റെ ദൈവം. നീട്ടിപ്പലത്തിൽ നീ പറയുന്ന അന്യഭാഷ കേട്ട് പുറകം കൊള്ളുന്നവനല്ല സ്വർഗം. നമ്മുടെ ആരാധനയും പ്രകടനങ്ങളും കണ്ടൊന്നും എന്റെ കർത്താവിന് വികാരമൊന്നും ഉണ്ടാകത്തില്ല. ഉണ്ടാവുമോ? അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് യഹൂദമതത്തിന്റെ മതപണ്ഡിതൻ നിക്കോദമോസ് രാത്രി തലൽ തോർത്ത് വിട്ടുകൊണ്ട് യേശുവിലേക്ക് വന്നു. അങ്ങനെയുണ്ട് മണറുകാട് മുങ്ങിയേച്ച് വായ്പാട് പോയി ആരാധിക്കും. നീ എവിടെ മുങ്ങിയോ അവിടെ ആരാധിക്കണം. നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇവിടെ മുങ്ങിച്ച് വായ്പാട് ആരാധിച്ചാൽ നമ്മളൊന്നും കൃപ വരുത്തില്ലായിരുന്നു. അന്നവരെ വീട് വിട്ടിറങ്ങി, വസ്തുക്കൾ നിഷേധിച്ചു, സ്വത്ത് കൊടുത്തില്ല, പൊട്ടന്മാരെ പോലെ ഇറങ്ങി തിരിച്ചു. പക്ഷെ അവരെ ആരെ സ്വർഗ്ഗം കൈവിട്ടില്ല കേട്ടോ. യേശുവിനെ മുൻനിർത്തിക്കൊണ്ട്, യേശുവിനെ അറിഞ്ഞതിന്റെ പേരിൽ നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഇന്നലത്ര ദൂത് നിന്നോട് പറയാം. നിന്റെ കണ്ണടയുന്നതിന് മുൻപ് നഷ്ടപ്പെട്ടതിനെ മടക്കി തരാൻ കഴിവുള്ളൊരു ദൈവം ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിച്ച ആത്മാവിൽ പറ. തെറ്റുപറ്റി പെന്തക്കോസിൽ പോയതല്ല, സ്ഥലം മാറി പെന്തക്കോസിൽ പോയതല്ല, വഴി മാറി കയറിയതല്ല. അറിഞ്ഞുകൊണ്ട് ആരാധിക്കുന്നവനെ അറിഞ്ഞനുഗ്രഹിക്കുന്ന ദൈവമാണ് എന്റെ ദൈവം.
പറയുന്നത് നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മിൽ തന്നെ ഒരു ദൈവപ്രസാദം വെളിപ്പെടണം. സ്വതന്ത്രം നമ്മുടെ ആരാധനയ്ക്കകത്ത് ദൈവം പ്രസാദിക്കണം, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവപ്രസാദം ഉണ്ടാകണം. ഇവരെന്താ കനാദേശത്ത് പോകാനെ, എന്താ ഇവരുടെ രൂപത്തിൽ ദൈവം അവഗണിച്ചത്? ഇനി പണ്ഡിതന്മാരും വേദപണ്ഡിതന്മാരും ഒക്കെ എഴുതാൻ മറന്നു പോയതോ എന്തോ പരിശുദ്ധ വെളിപ്പെടുത്താതെ പോയത് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ശരീരം കൊണ്ട് ഇവർ മരുഭൂമിയിലായിരുന്നെങ്കിലും മനസ്സുകൊണ്ട് ഇവര് മിസ്രൈമിലായി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവർ പറയും മിസ്രൈമിലെ ചിറ്റുള്ളി, മിസ്രൈമിലെ വെള്ളരിക്ക, മിസ്രൈമിലെ ഇറച്ചിക്കല, മിസ്രൈമിലെ സെമിത്തേരി. ഇനി പെന്തക്കോസ്തുകാർ കേട്ടോ, ഈ പെന്തക്കോസ്തിന്റെ കൃപയിലാണെങ്കിലും ഇപ്പോഴും CSIയിലെയും ഓർത്തഡോക്സിലെ മഹത്വം പറയും ഒത്തിരി പേരുണ്ട്. ഈ ജനത്തൊക്കെ ചില അമ്മച്ചിമാരി പാടങ്ങളുടെ ചരിത്രം പറഞ്ഞു കേട്ടിട്ട്, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര അച്ഛന്മാരുണ്ടായിരുന്നറിയോ? എന്തിനാ പറ്റി ഇതിനകത്ത് ബുദ്ധിമുട്ടുന്നു? ഏതെങ്കിലും ഒരു അച്ഛനൂടെ പോകരുതോ? എന്തിനാ ഇന്നത്തെ സമയം കളയുന്നേ? ഏതായാലും പെന്തക്കോസ്തുകാർക്ക് നല്ലൊരു സെമിത്തേരിയിൽ നമുക്കെല്ലാം അറിയാം. ഒന്നീ നമ്മുടെ സെമിത്തേരി പട്ടി കയറാത്ത മലയിലും സ്വതന്ത്രമില്ല അല്ലേ? അവിടെ കാലം അടക്കത്തിൽ അമ്മച്ചിമാർ എന്ത് ദൈവമേ എന്ന് ഇവിടെ കൊണ്ട് നടക്കുന്നത് കുടുംബക്കല്ല കളഞ്ഞിട്ട് ഞാനിപ്പോൾ അമ്മച്ചി നിൽക്കരുത്, പൊക്കോ, പോകാൻ പൈസ ഇല്ല, എന്നോട് ഞാൻ തരാം, തിരിച്ചു പൊക്കോണം. എടാ, ശരീരം കൊണ്ട് മരുഭൂമിയിരിക്കുമ്പോഴും മനസ്സോടെ പഠിക്കുക. അങ്ങനെ ആരെങ്കിലും പെന്തക്കോസ്ത് നീക്കുന്നെങ്കിൽ നിന്റെ ജീവനം കട്ടപ്പോകയാ. നീ ഇന്നെങ്കിലും ഒന്ന് മാനസാന്തരപ്പെട്. തെറ്റ് പറ്റിയതിനകത്തിറങ്ങിയെന്ന് അബദ്ധം പറ്റിയ നീ മാർഗത്തിൽ വന്നെന്ന് പറ. ബോധപൂർവം ആരാധിക്കുന്നവർക്കാണ് ദൈവത്തെ ശ്രമിക്കുക. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയാണ്. ഓ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിയിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിയിടുമ്പോൾ, സ്വന്തം സഹോദര അന്തിക്കാലയുമ്പോൾ ഔഷധി ദൈവമേ കൂട്ടാളിയാണ്. സ്വന്തം സഹോദര അന്തിക്കാലയുമ്പോൾ ഔഷധി ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ മാർഗത്തിനകത്ത് നിൽക്കുന്നതിനകത്ത്? സന്തോഷമില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ പോകണം. ഇതിനകത്ത് നിന്ന് മുരടിക്കരുത്. നിങ്ങൾക്ക് ഈ മാർഗം കൊള്ളത്തില്ലെങ്കിൽ പോകുന്നതിന് 100% സാധനത്തിന് കർത്താവ് തന്നിട്ടുണ്ട്. യേശുവിന്റെ കാലത്തും ഇങ്ങനെ കൊഴിഞ്ഞു പോക്കലുണ്ടായിരുന്നു. എല്ലാവരും പോയപ്പോൾ യേശു പത്രോസിന് പോകുന്ന നോക്കി ചോദിച്ച ചോദ്യമുണ്ട്, നിനക്കും പോകാൻ മനസ്സുണ്ടോ? ഞാനൊക്കെ പറയും, പത്രോസെ പോകരുത്, എന്നെ ഇട്ടേക്ക് പോകരുത്. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? മനസ്സിലാക്കണം, പാരമ്പര്യത്തെക്കാൾ വലുതാണ് ക്രിസ്തു നൽകിയ നിത്യജീവൻ. ഇന്നത്തേക്കാൾ സൈതകരമായ അനുഭവമാണ് കർത്താവ് നമുക്ക് നൽകിയ രക്ഷയുടെ അനുഭവങ്ങൾ. അതുകൊണ്ട് അഭിഷേകത്തോടെ വിളിച്ചു പറ, ശരീരം കൊണ്ട് ഇതിനകത്ത് നിന്നയിച്ച് മനസ്സുകൊണ്ട് മറ്റൊരു ചിന്താഗതിക്കകത്തല്ല, എൻ്റെ മനസ്സും എൻ്റെ ഹൃദയമെല്ലാം എൻ്റെ കർത്താവിന് വേണ്ടി മാത്രമാകട്ടെ. ഒരു ജനതയുടെ രൂപത്തെ മുഴുവനും എൻ്റെ കർത്താവ് തുച്ഛീകരിച്ചതിന്റെ കാര്യം അതാണ്. നന്മകൾ പലതും പ്രാപിച്ചിട്ടും അവരുടെ രൂപങ്ങൾ മരുഭൂമിക്ക് വളമായതുപോലെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മൈതലേ, നിന്റെ രൂപം ഒരിക്കലും മരുഭൂമിക്ക് വളമാകരുത്.
നിന്റെ രൂപം ഒരിക്കലും എന്റെ കർത്താവ് തുച്ഛീകരിക്കരുത്. അത് തുച്ഛീകരിക്കപ്പെടാതിരിക്കണമെങ്കിൽ ദൈവത്തോട് ഇന്ന് രാത്രി വിളിച്ചു പറയണം, ഒത്തിരി ആത്മീയതയുടെ പ്രകടനങ്ങളൊന്നും എനിക്കില്ലെങ്കിലും കർത്താവെ, എന്റെ ജീവിതം അങ്ങേക്കൊരു പ്രസാദകരമാണ്. സ്തോത്രം. ഞാൻ ചിന്തയോടെ അവസാനിപ്പിച്ച് മൂന്നാമത്തെ ആശയത്തിലേക്ക് വരുന്നു. കർത്താവ് തുച്ഛീകരിച്ച മൂന്നാമത്തെ രൂപം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം എടുത്തവരങ്ങ് വായിച്ചു. ലൂക്കോസ് 16:23. ധനവാനും മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. മതി. സ്വതന്ത്രം പറഞ്ഞേ. 9-ലേക്ക് നടത്താനാ പറഞ്ഞേ. ഞാൻ നിങ്ങളോടുള്ള ഒരു മനസ്സാക്ഷി കൊടുത്ത് ഞാൻ 9 നടത്തിയാലോ എടുക്കരുത്. സ്വതന്ത്രം ചൂടാന്ന് എനിക്കറിയാം. നിങ്ങളുടെ മത്സരിച്ചിട്ട് എപ്പോഴെങ്കിലും നടത്തുമെന്ന് 9:30 എന്നോട് പറഞ്ഞു അല്ലേ? അത് ഞാൻ എത്ര നിങ്ങൾക്ക് കൊണ്ടുപോയത്. എനിക്ക് 8:45 നടത്താൻ താല്പര്യമാണ്. സ്തോത്രം. അപ്പം ചിലരൊന്ന് സഹിക്കരുതോ? നിങ്ങൾ മിണ്ടുന്നില്ല. സ്വതന്ത്രം ഇവിടെ ഒന്നായില്ലേ? സ്വതന്ത്രം പറഞ്ഞ സന്തോഷത്തോടെ വേഗം പ്രാർത്ഥിക്കാം. സത്യം. 2 മനുഷ്യർ ജീവിച്ചിരുന്നു. ഇത് ഉപമയല്ല, അഭ്യൂഹമല്ല, ഇത് യാഥാർത്ഥ്യമായി. അതിന്റെ തെളിവ് യേശു പറഞ്ഞു തുടങ്ങിയത് ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഉപമയല്ല, നടന്ന സംഭവം. 2 പേരും ധനവാൻ ലാസർ 2 കാര്യത്തിൽ, ഒത്തിരി കാര്യത്തിൽ അവർ അജഗജാന്തര വ്യത്യാസം പറയും. ഇവിടെ ധനവാന് വെച്ച കുഴപ്പങ്ങൾ എന്താ? 16-ാം അധ്യായത്തിന് 19-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇവൻ ആഡംബര ജീവിതം നയിച്ചവൻ. 2ാമത്തെ കാര്യം പറഞ്ഞു, പടിവാതിൽക്കൽ ആര് കിടക്കുകയാണ്? ലാസർ കിടക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്ക് കഴിച്ചു വിഷപ്പെടുക്കാൻ ശ്രമം നടത്തി. പക്ഷെ അവനെന്ത് ചെയ്തില്ല? കൊടുത്തില്ല. അപ്പൊ 1 ഇവന്റെ ആഡംബര ജീവിതം, 2 ഇവന്റെ കരുണയില്ലായ്മ, 3-ാമത് ഇവന്റെ രൂപം തുച്ഛീകരിക്കപ്പെട്ട കാര്യം മാനസാന്തരമില്ലായ്മ. ഇത് ശ്രദ്ധിച്ചോളൂ. 2 പേരും മരിച്ചു, 2 സ്ഥലത്ത് പോയി. ലാസർ മരിച്ചു. ദൈവത്തിന്റെ ദൂതന്മാർ അദ്ദേഹത്തെ അബ്രഹാമിന്റെ മടിയിൽ കൊണ്ടുപോയി. ഇതാണ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യാശ. ശരി കിടക്കുമ്പോൾ പട്ടയെല്ലാം കൂടെ 4 ഭാഗത്ത് ഓടിയിടുമ്പോൾ കൃപയുള്ള അമ്മണി പറയുക, ഇന്നുകൊണ്ട് എനിക്ക് അതും തീരുമാനിക്കുന്നു. സ്തോത്രം. എന്നെ രക്ഷകനായി ദൈവദൂതർ വരുന്നു, എന്നെ രക്ഷകനായി ദൈവദൂതർ വരുന്നു, വീണ്ടും പോലെ യാത്രയ്ക്കായി ഭൂതശക്തി തരുന്നു. പേടിച്ച പാടാൻ പാടിയാലും പാടിയില്ല, എന്നെങ്കിലും ആരും ചുറ്റൂല, നിനക്ക് വേണ്ടി ഇത് പാടി. അപ്പൊ പ്രാർത്ഥിക്കുന്നവനെ കൊണ്ടുപോകുന്നത് കാലനല്ല, ദൈവത്തിന്റെ ദൂതനാണ്. പറയാൻ ആശയുടെ കീശയിലുണ്ട്, സമയം കൊണ്ട് വെട്ടിത്തില്ല. അപ്പോൾ ധനവാൻ യാതനാസ്ഥലത്ത് കിടക്കുന്നു, ലാസർ അബ്രഹാമിന്റെ മടിയിരിക്കുന്നു. എന്താണ് അബ്രഹാമിന്റെ മടി? അബ്രഹാം അങ്ങോട്ട് ചമ്രക്കൂട്ടിൽ വെച്ച് ഇസാക്കിനെ എടുത്ത് വെച്ചു, യാക്കോബിനെ വെച്ചു, യോസഫിനെ വെച്ചു. നമ്മുടെ വല്യപ്പച്ചമാരുന്ന് മക്കളെ കൊച്ചുമക്കളെല്ലാം കൂടെ വെച്ചേക്കുന്ന പോലാണ് ഇരിപ്പിന്റെ ഗതികൾ നിങ്ങൾ നോക്കി. അബ്രഹാമിന്റെ മടി എന്ന് പറഞ്ഞാൽ അബ്രഹാം ചമ്രക്കൂട്ടിരിക്കുന്നതല്ല, അമ്മത്തൊട്ടി എന്ന് പറഞ്ഞൊരു തൊട്ടിലുണ്ട്, കണ്ടിട്ടുണ്ടോ? ഇപ്പൊ രാത്രി കളിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് തിരക്കില്ലെങ്കിൽ വണ്ടി പിടിച്ച് നമ്മുടെ ജില്ലാശുപത്രി ചെന്നാൽ അതിന്റെ പരിസരത്ത് ഇപ്പോൾ നിങ്ങൾ അതിനെ ചുറ്റും നടന്ന് ചുറ്റിക്കറങ്ങി നോക്കിയാൽ അമ്മത്തൊട്ടിലത്ത് കമത്തിയിട്ടാലും അതിനകത്തൊരു അമ്മയെ കാണാൻ പറ്റില്ല. പക്ഷെ പേരെന്താ? അമ്മത്തൊട്ടി. എന്തിനാ? ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ തെറ്റായ ജീവിതം നയിച്ച് കുഞ്ഞുങ്ങളുണ്ടാക്കുമ്പോൾ കളയാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനമാണ്. അപ്പോ ആ ക്രമീകരണത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് അമ്മത്തൊട്ടി. അപ്പൊ ഇവിടെ അബ്രഹാമിന്റെ മടി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന്റെ പേരാണ്. പക്ഷെ അവിടെ അബ്രഹാമുണ്ട്, തെളിവുണ്ട്. അബ്രഹാം പിതാവിനെ വിളിച്ചില്ലേ? അബ്രഹാമുണ്ട്. അപ്പൊ അബ്രഹാമിന്റെ മടിയിരിക്കുന്ന ധനവാനെ ലാസറിനെ കണ്ടപ്പോൾ ഈ പുള്ളി പറഞ്ഞു, അവനെ ഇങ്ങോട്ടൊന്ന് വിടണമെന്ന്. എങ്ങോട്ട്? ഞാൻ കിടക്കുന്ന തീജ്വാലയിലേക്ക്. എന്തിനാ? അവന്റെ വിരലിലേറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണം. അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും വരാൻ പറ്റില്ല. ഒരു സ്വന്തം ഇരുത്തി പറഞ്ഞേ. ഇന്ന് ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇവിടെ പിടഞ്ഞു വീണ് മരിച്ചെന്നിരിക്കട്ടെ, എന്റെ ബോഡി ഇവിടെ കിടക്കുമ്പോൾ ഞാൻ മണവനാട് കവരെ നിൽക്കുന്നവരാണ് കണ്ടെങ്കിൽ നല്ല കല്ലെടുത്ത് ഓടിച്ചേക്കണം.
ബോധമില്ല. മരിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു പരോൾ, കറങ്ങി നടക്കാൻ ഒരു ഇടത്താവളം എന്റെ ബൈബിൾ കൊടുക്കുന്നില്ല. ഇന്ന് അനീഷ് മരിച്ചാൽ അനീഷ് എവിടാണെന്ന് അഭ്യൂഹമില്ലാതെ ബൈബിൾ പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ. സ്വപ്നം അല്ലാതെ ഇവിടുത്തെ പാസ്റ്റർമാർക്കോ പുരോഹിതന്മാർക്കോ പൂജാരിമാർക്കോ മൗലവിമാർക്കോ ഇത് പന്താണ്. എന്റെ ആത്മാവിനെ കൊടുക്കുന്നത് ഗതികെട്ട ദൈവത്തെ അല്ല. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുന്നത് മരിച്ചവൻ എവിടെയെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കാലഘട്ടത്തിൽ ദൈവശാസ്ത്രജ്ഞാനിക്കുന്ന സെന്റ് പോൾ വിളിച്ചു പറഞ്ഞു, എവിടെയാണ് മരിച്ചവർ? നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവരോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ സമുദായക്കാരായിരിക്കും, നമ്മുടെ ബന്ധുക്കാരെയും നമ്മുടെ സഹോദരങ്ങളെയൊക്കെ മരണത്തിന് ചെന്നിട്ട് അതിനകത്ത് നമ്മുടെ മതത്തിന്റെ അധ്യക്ഷന്മാരൊക്കെ പറയുന്ന ഒരു പ്രാർത്ഥന വാക്ക് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോ ഞായറാഴ്ച മരിച്ച തോമാച്ചനെ ബുധനാഴ്ച ആയിരിക്കും അടക്കാൻ വരുന്നത്. ഈ അടക്കാൻ വരുമ്പോഴും കാർമികൻ പറയുന്നൊരു പദമുണ്ട്, ഈ ഉള്ളവനെ നിന്റെ വലത്തുഭാഗത്ത് ഇരുത്തണേ. ഞായറാഴ്ചയാണ് മരിച്ചത്, ബുധനാഴ്ച പ്രാർത്ഥിക്കുക എവിടെ ഇരുത്തണമെന്ന്? വലത്തിരുത്തണമെന്ന്. ആ പ്രാർത്ഥനയ്ക്ക് ഇച്ചിരി ആശയക്കുഴപ്പമുണ്ട്, ദൈവശാസ്ത്രപരമായിട്ട് തെറ്റാ. ഞായറാഴ്ച മരിച്ചാൽ ഇരിക്കേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞു. പിന്നെ ആരെ കൊണ്ട് അവിടെ കൊണ്ട് ഇരുത്താൻ പറ്റില്ല. മരിച്ചു പോകുന്ന പരേതാത്മാവിനെ സ്വർഗത്തിലെത്തിക്കാൻ ശേഷക്രിയകൾ കൊണ്ടോ കൂതാശകൾ കൊണ്ടോ കഴിയത്തില്ലെന്ന് ബൈബിൾ പറയുമ്പോൾ നിന്റെ രൂപം അവഗണിക്കപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ട് പാപത്തോട് വിട പറഞ്ഞ് അഭിഷേകം പ്രാപിച്ചാൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പു തരാം, നിന്റെ രൂപത്തെ സ്വർഗം അംഗീകരിക്കും. ഇങ്ങനെ ഈ യാതൊരുത്താണ് ഇച്ചിരി വിളവനായി പുള്ളി പറയാ, എന്നാ പിന്നെ ഇങ്ങോട്ട് വിട്ടില്ല, എന്നെ വീട്ടിലോട്ട് വിട്ടേക്കാം. ഇന്നലെ എന്നെ ചരമവാർഷികമായിരുന്നു. എന്നേക്കാൾ ഒരു മെഴുകുതിരി കത്തിച്ച് കുരിശി വരച്ച് ഞങ്ങളുടെ അച്ചാച്ചൻ പോയത് പോയാൽ മതി എന്നാ പാവങ്ങൾ പറഞ്ഞേച്ച് പോയിക്കൊണ്ടേ. ചെന്ന് പറ അച്ചാച്ചൻ പോയത് നരകത്തിലോട്ടാണെന്ന്, കളം മാറ്റി മാനസാന്തരപ്പെടാൻ. അടുത്ത മറുപടി, അങ്ങോട്ട് വിടാൻ പറ്റില്ല, അവിടെ മോശയും പ്രവാചകന്മാരും. ആരാ മോശ? ആരാ പ്രവാചകന്മാർ? ഒത്തിരി അഭിപ്രായങ്ങൾ പറയുമ്പോൾ എന്റെ പഠനത്തിലും ദീർഘവർഷങ്ങളുടെ പ്രഭാഷണത്തിലും എനിക്ക് മനസ്സിലായ സത്യം, അവിടെ പറയുന്ന മോശയുടെ 5 പുസ്തകങ്ങളാണ്. അവിടെ പറയുന്ന പ്രവാചകന്മാർ യെശയ്യാ മുതൽ മലാഖി വരെയുള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ വീട്ടിൽ ബൈബിൾ ഉള്ളവനാണ് യാതനാസ്ഥലത്ത് വന്ന് കിടക്കുന്നത്. ഓശാന 15, KJV 35, PDS 15, NIV 65, KJV 30, കുമ്പനാട്ട് പാഠപുസ്തകം 65, അങ്ങോട്ട് മാറി മാരാമൻ കൺവെൻഷന്റെ പാഠപുസ്തകം 15, വിശറി 35. എന്റെ പൊന്നു തോമച്ച, ഇതെല്ലാം വീട്ടിലുണ്ടെങ്കിലും നീ യാതനാസ്ഥലത്ത് പോകാതിരിക്കണമെന്നില്ല. ഇന്ന് രാത്രി യാതനാസ്ഥലത്ത് നിന്റെ രൂപം തുച്ഛീകരിക്കപ്പെടാതിരിക്കണമെങ്കിൽ യേശു ഇന്ന് രാത്രി വിളിക്കുന്നു. നീ ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. ആ മദ്യപാനത്തോട് വിട പറയണം, ആ പുകവലിയോട് വിട പറയണം, ആ വ്യഭിചാരത്തോട് വിട പറയണം, സകല അധാർമികതയോട് വിട പറഞ്ഞ് ഒരു പുതിയ മനുഷ്യനായാൽ നിന്റെ രൂപത്തെ എന്റെ കർത്താവ് അംഗീകരിക്കും. അവസാനത്തെ ചിത്രം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രൂപം തുച്ഛീകരിക്കപ്പെട്ട 4ാമത്തെ ചിത്രം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യെ തള്ളിയിടും. ശ്രദ്ധിച്ചു കേട്ടോണം. കാലാന്തര ഭാവിയിൽ ഇവിടെ ഒരു പറ്റം ജനത്തിന്റെ രൂപം തുച്ഛീകരിക്കപ്പെടാൻ പോകുന്നു. എന്താ അതിന്റെ കാര്യം? ലോകത്തിലെ അവസാന കോർട്ട്, അവസാന കോടതി, അതിന്റെ പേരാണ് വെള്ള സിംഹാസന വിധി. ഞാൻ ഇരിക്കുമെന്ന് പറയാൻ 2-3 ആശയം കുറിക്കൊള്ളണം. വെളിപ്പാട് 20-11 മുതൽ 15 വരെ ഞാൻ പുസ്തകം പഠിക്കും, അത് മാത്രം പറയണം. അനന്തരം ഞാനൊരു വലിയ വെള്ള സിംഹാസനവും അതിൽ ഒരുത്തരിക്കുന്നതും കണ്ടു. അവന്റെ മുൻപിൽ നിന്ന് ഭൂമിയും ആകാശം ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. അടുത്ത ശ്രദ്ധിച്ചു കേട്ടോളം. സകല മണൽകാറ്റുകാരും മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അർത്ഥം, മരണം അവസാനമല്ല, മരിച്ചവർ ആബാലവൃന്ദം. അടുത്തത്, മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തിക്കടുത്ത വിധിയുണ്ടായി. അപ്പോൾ പ്രവർത്തിക്കെന്തില്ല? മരണമില്ല. മറ്റുള്ളവരെ തൊഴിച്ചുകൊണ്ടേ ചെയ്യും. റബ്ബറെ കൊണ്ട് കെട്ടിത്തൂക്കി സമർത്ഥനായ വക്കീലിന്റെ വാദപ്രതിവാദം കൊണ്ട് തൂങ്ങി ചത്തെന്ന് വരുത്തി തീർത്ത് നല്ല പിള്ള ചമഞ്ഞടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, ഒരു കോടതി വെളിപ്പെടാൻ പോകുന്നു.
സകല കോടതികളും കള്ളക്കേസ് വഴി രക്ഷിച്ച സകല പ്രതികളും അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. അതിനു മുൻപിൽ രാത്രി യേശു വിളിക്കുന്നു, നിന്റെ സകല പാപത്തെയും ഞാൻ ഹിമം പോലെ വെളുപ്പിക്കാം. പ്രവൃത്തികൾക്ക് എന്തില്ല? മരണമില്ല. സകല പ്രവൃത്തിയും വിധിക്കപ്പെടും. മറ്റുള്ളവനെ പൊളിച്ചു വന്നത്, മറ്റുള്ളവന്റെ സ്വത്ത് അപകരിച്ചെടുത്തത്, മറ്റുള്ളവന്റെ കുടുംബത്തെ നശിപ്പിച്ചത്, മറ്റുള്ളവന്റെ ബിസിനസിനെ തകർത്തത്, മദ്യപിച്ച് നീ സമൂഹത്തിൽ ചെയ്ത ദോഷങ്ങളും ലഹരിക്ക് വേണ്ടി നീ കട്ടിക്കൂട്ടുന്ന സകല ഗതികെട്ട ഇടപാടുകളും മരണശേഷം നിന്റെ പുറകെ ഒരു ലഗേജ് പോലെ വരും. ഇതെല്ലാം ഒരു വിധിയിലേക്ക് വരും. അടുത്തിരിക്കുന്നു ജീവപുസ്തകം എന്നൊരു പുസ്തകം തുറന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്ക്ക് തടയും. ഒത്തിരി പ്രസംഗങ്ങളിൽ പറഞ്ഞൊരാശയം ആവർത്തനമുള്ളവർ ക്ഷമിക്കണം, കേൾക്കാത്തവർ ശ്രദ്ധിച്ചു കേൾക്കണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവന്റെയും രൂപത്തെ കർത്താവ് തുച്ഛീകരിക്കും. അപ്പൊ എന്തോ വേണം? ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് വേണം. ഞാൻ ചോദിക്കുന്നത് നീ പെന്തക്കോസ്തിലാണോ എന്നല്ല, നീ പാസ്റ്റർ മോളാണോ മോനാണോ എന്നല്ല, നീ സഭയുടെ സെക്രട്ടറി ആണോ എന്നല്ല, നീ ഏത് സഭയ്ക്കകത്ത് നിൽക്കുന്നുണ്ടോന്നല്ല. എനിക്ക് ഇന്ന് രാത്രി ചോദിക്കുന്ന ഒറ്റ ചോദ്യം, ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടോ? അങ്ങനെ പേരില്ലാതെ വരുന്നതിന്റെ ഒരു ദുഃഖ സത്യം. എനിക്ക് 40 വർഷം, കൃത്യമായിട്ട് ഞാൻ വയസ്സ് പറയുകയില്ല, അങ്ങനെ അറിയണ്ട. അപ്പൊ 40 വയസ്സുള്ളവരും എന്റെ തത്തുല്യമായ പ്രായമുള്ളതിനകത്ത് ഞങ്ങൾ ഈ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ റിസർച്ച് സൈറ്റിൽ നോക്കിയോ വാട്സപ്പിൽ നോക്കിയല്ല, സ്കൂളിൽ ചെന്ന് സ്കൂളിന്റെ ഭിത്തിയിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കും. തിങ്കളാഴ്ചയാണ് റിസൾട്ട് എങ്കിൽ ഞായറാഴ്ച തോമാച്ചോ ഉറങ്ങുന്നില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല. എന്നാടാ? എനിക്കറിയത്തില്ല, ഉറക്കം വരുന്നില്ല. തോക്കുവാൻ ഉറപ്പായി. ചോറ് വേണ്ട. ഇന്നലെ 1 കിലോ അരിയുടെ ചോറ് ഇന്നവൻ ചോറ് വേണ്ട, കഴിക്കടാ, എനിക്ക് വേണ്ട. ഒരു ദിവസം എങ്ങനെങ്കിലുമൊക്കെ ഇരുന്നും നടന്നുമൊക്കെ നേരം വെളുപ്പിച്ച് എല്ലാ ദിവസവും പഞ്ചായത്ത് മൊത്തം ഇളക്കി ബഹളമുണ്ടാക്കി സ്കൂളിൽ പോകുന്ന തോമാച്ചൻ അന്ന് മന്ദം പോകുന്ന കണ്ടപ്പോൾ കടയിരിക്കുന്ന ഗോപാലച്ചേട്ടൻ ചോദിച്ചു, തോമാച്ചു എന്നാണ് മിണ്ടാ പോകുന്നത്? റിസൾട്ട് അറിയാൻ പോവാ. എന്നാണ് നിനക്കൊരു പേടി? ഒന്നുമില്ല. പുള്ളി ചെന്നപ്പോ പുള്ളി ആദ്യം നോക്കാൻ പേടി അവിടെ തിരിഞ്ഞു നിന്നേച്ച് പുറകെ വന്നോട് പറഞ്ഞു, നീ പോയി നോക്കടാ. അവൻ പോയി നോക്കിയേച്ച് വന്നേച്ച് പറഞ്ഞു, ഞാൻ ജയിച്ചടാ. ഇവൻ മേടിച്ച് എന്ന് വായിച്ചു. ഷേർലി PC, ശോശാമ OC, ജോർജ് KC വായിച്ചു ഇങ്ങോട്ട് വരുമ്പോ തോമസിന്റെ പേരില്ലെങ്കിൽ തോമസിന്റെ കാലെ കൂടെ ഒരു പെരുപ്പ് കയറി കണ്ണ് ഇരുട്ട് കയറി തോമസ് നേരെ ഉപ്പാപ്പന്റെ വീട്ടിലോട്ട് പോകും. അന്ന് ഫോണില്ലാത്ത കാലത്ത് അപ്പൻ തേടി വന്ന് റിസൾട്ട് അറിയാൻ പോയവൻ എവിടാ? അപ്പം വന്നപ്പോ കണ്ടു. അപ്പനേരം വന്നപ്പോ നോക്കി ഇവന്റെ റിസൾട്ട് ഉണ്ടോ, പേരുണ്ടോ നോക്കി. അപ്പം വായിച്ചപ്പോഴും കണ്ടു ഷേർലി OC, ഓമന PC, ജോർജ് KC. ഇവന്റെ പേരില്ല. അപ്പന് മനസ്സിലായി, തോറ്റ് തൊപ്പിയിട്ടു. പോകാൻ പറ്റിയ ഒരിടമുണ്ട്, എന്റെ അനിയന്റെ വീട്ടിലാ. തേടി വന്നപ്പോ ഉപ്പാപ്പന്റെ പുറകെ തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഇവിടുത്തെ റിസൾട്ടിനകത്ത് പേരില്ലാതപ്പോ നീ ഉപ്പാപ്പന്റെ വീട്ടിൽ പോയി രക്ഷപ്പെട്ടു. പക്ഷെ ജീവന്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ നീ പോകുന്നത് നരകത്തിലാണെന്ന് പറയാനാ ഇന്ന് രാത്രി ഞങ്ങൾ യോഗം സംഘടിപ്പിച്ചത്. കുടിക്കും മട്ടയും ബിരിയാണിയും കുടിമന്തിയും പ്രോപ്പലത്തിയും ഒക്കെ തിന്ന് സമൂഹത്തിൽ വിറപ്പിക്കുന്ന ഓടിയുള്ള സുഹൃത്തെ, സകല സൗന്ദര്യത്തിന്റെ പ്രതീകമായി പുരികം പഠിച്ചും മുഖത്ത് മുട്ടിയിട്ടും അമ്മ ഇന്ന് രാത്രി അഴിഞ്ഞാട്ടം നടത്തുന്ന നിന്റെ ശരീരം അവഗണിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവം പറയുമ്പോൾ പാപത്തിൽ തൊട്ടൊരുമയും മദ്യവും മയക്കുമരുന്ന് ലഹരിയും വ്യഭിചാരവും ജീവിതത്തിന്റെ സുഖത്തിന്റെ മാസ്മരിക രോഗത്തിനെ പണ്ടുവിടുമ്പോൾ ഇന്ന് രാത്രി ആശാവ് കണ്ട ദർശനം പോലെ എത്ര പേർക്ക് പറയാൻ കഴിയും, ഈ ലോകം എനിക്കൊരു സുഖം തന്നില്ലെങ്കിലും, ഈ ലോകത്തിന് നന്മകളൊന്നും പ്രാപിച്ചില്ലെങ്കിലും എനിക്കൊരു സത്യം അറിയാം, പിന്നത്തേതിന്റെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്നൊരു ദൈവമുണ്ട്. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും അതിനെ ചിന്തിക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ഇന്ന് രാത്രി എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും? ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാണ്. ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നിമിഷം വരെ ദൈവം തന്റെ ഹൃദയം നമ്മളുമായിട്ട് വചനത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഞാനിവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു ആശയം ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു എങ്കിൽ
അത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. അന്തരീക്ഷങ്ങളെ അതെല്ലാവരും പ്രാർത്ഥിച്ചേ. ഈ ലാസ്റ്റ് ടൈമിൽ യേശു നിങ്ങളെ തൊടുന്ന സമയമാണ്. എല്ലാ ദൈവമക്കളും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ഇവിടെ വിളംബരം ചെയ്ത വചനം അത് നിന്റെ പ്രവർത്തി സാധിച്ചു മടങ്ങി വരാൻ. ദേശത്ത് ജനിക്കുന്ന സകല നിഗൂഢ വ്യാപാരങ്ങളെയും തകർത്ത് ചില രൂപങ്ങളെ കർത്താവിന്റെ രാത്രി അംഗീകരിക്കാം. ദൈവകർത്താവിൽ പ്രാർത്ഥിച്ചേ. ഇവിടെ നിൽക്കുന്ന എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്റെ രൂപം തള്ളപ്പെടരുത്. ഈ രൂപം അംഗീകരിക്കപ്പെടണം. എന്ത് ചെയ്യണം? അതിനുള്ള ശക്തി എന്താ? റോമൻ 12:1 നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഇതിനകത്ത് നമുക്ക് പാപത്തോട് വിട പറയാം. തെറ്റായ വഴികളോട് നമുക്ക് വിട പറയാം എന്ന് പ്രാർത്ഥിച്ച ദൈവസന്നിധി എന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയുള്ള യാഗമായി അങ്ങേക്കായി ഇന്ന് രാത്രി സമർപ്പിക്കും. നമ്മുടെ രൂപാന്തരീകരിക്കപ്പെടാനുള്ള രണ്ടാമത്തെ യോഗ്യത നാം ഇന്ന് രാത്രി മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. സകല മദ്യപാനത്തോടും ലഹരിയുടെ ഉപയോഗങ്ങളോടും തെറ്റായ സ്വഭാവ വൈകൃതങ്ങളോടും ഒക്കെ ഇന്ന് രാത്രി വിട പറഞ്ഞ് ഒരു മാനസാന്തരത്തിലേക്ക് നിർമ്മിച്ചു കൊടുത്താണ്. സമാപനത്തിൽ നമ്മുടെ രൂപാന്തരീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടാവും. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, യേശുവച്ച എന്റെ പേര് കൂടി ഇന്ന് രാത്രി പുസ്തകത്തിൽ എഴുതണമേ. എന്റെ തലമുറയുടെ പേര് ആ പുസ്തകത്തിൽ എഴുതണമേ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ആ കരമുയർത്ത് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ കരമുയർത്ത് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പാപം കോലം വരച്ച, പാപം ചവച്ചു തുപ്പിയ നമ്മുടെ രൂപത്തെ അവന്റെ രൂപത്തോട് ഏകീഭവിക്കുവാൻ രണ്ട് കള്ളന്മാരുടെ നടുവിൽ നമുക്ക് വേണ്ടി മരിച്ചവന്റെ രൂപം കൂടെ ഒന്ന് ഞാൻ ഉയർത്തുകയാണ്. അവാദ ചൂട് രക്തത്തിൽ കുടിക്കപ്പെട്ടവനായ യേശുവിന്റെ തിരുശരീരത്തിൽ ഒഴുകുന്ന ആ രക്തം ഇന്ന് രാത്രിയിൽ നിന്റെ പേര് വീണാൽ ഞാൻ ഉറപ്പ് തരികയാണ്, നിന്റെ പാപം ഇന്ന് രാത്രി കഴുകപ്പെടുകയാണ്. കഴുകപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും തന്റെ ഇടത്തോട് പറയാം, എന്റെ രൂപം നരകത്തിനല്ല, എന്റെ രൂപം അവഗണിക്കപ്പെടാനല്ല. എന്റെ താഴ്ചയുള്ള ശരീരത്തെ അവൻ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. അതെന്റെ കർത്താവിന്റെ വരമാണ്. അപ്രത്യാശയുള്ളവരെല്ലാവരും കാലമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ശക്തിയോടെ കാലമടിച്ച്
വളരെ വിലപ്പെട്ട സന്ദേശം നാം കേൾക്കുവാനിടയായി. കർത്താവിന്റെ ഒരുക്കമാകുന്ന സമയത്ത് നമ്മുടെ രൂപം ദുഃഖീകരിക്കപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുൻപാകെ നമ്മളെ സമർപ്പിക്കും. തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല, എണ്ണപ്പെട്ടവരുടെ കൂട്ടത്തിൽ ചേർത്ത് പിടിച്ച് നിത്യത അവകാശമാക്കുന്ന വലിയ സന്തോഷത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകേണ്ടതിന് ദൈവകരവിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ആത്മഭാരത്തോടെ ദേശത്തിലേക്ക് വിടുവിക്കപ്പെടുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്ധ്യ ഭാഷ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് പര്യവസാനം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവരുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൽ ആശ്രയിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത ഈ രണ്ടാമത്തെ രാത്രിയിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായിച്ചതിനായി ഞങ്ങളെ വാഴ്ത്തുന്നു. ദൈവജനത്തെ ദൈവം കൂട്ടി വരുത്തിയല്ലോ. പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായിച്ചു. മാത്രമല്ല, ഞങ്ങളുടെ വലിയൊരു രക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന വിലപ്പെട്ട ദൈവദാസനിൽ കൂടെ വളരെ ശക്തമായി വ്യക്തമായി ദൈവത്തിന്റെ വചനം സംസാരിപ്പാനിടയായിരുന്നു. കർത്താവേ, ഇന്ന് രാത്രി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നു. പിരിയാത്ത കരം, പിരിയാത്ത സ്നേഹം അടികളോട് കൂടെ ഇരിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായി ഓർത്തു പ്രാർത്ഥിച്ച സകല വിഷയത്തിന്റെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. സ്തോത്രം, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ദൈവജന ശുശ്രൂഷിച്ച കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടും കുടുംബത്തോടുമുള്ള നന്ദി വ്യക്തിപരമായി സഭയുടെ പേരിലും അറിയിക്കുന്നു. ദൈവം ധാരാളമായി ദൈവദാസനെ അനുഗ്രഹിക്കട്ടെ. നാളെ രാത്രിയിലും ഇവിടെ വെച്ച് മീറ്റിംഗ് ഉണ്ടായിരിക്കും. നാളെ രാത്രിയും കർത്താവിന്റെ ദാസൻ ഭാഷ അനിൽപ്പെടുത്തോട്ടം നമ്മോട് ദൈവജന ശുശ്രൂഷിക്കും. എല്ലാവരും കൃത്യസമയത്ത് കടന്നു വരുവാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.